ഗുരുപരമ്പരയെ നമുക്ക് സ്തുതിക്കാം. ശ്രീമംഗളാചരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യ ഈശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം. ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീതയുടെ 18-ാം അധ്യായമാണ് ഇന്നെടുക്കാൻ പോകുന്നത്. സന്യാസത്തിന്റെ പരിപൂർണത അഥവാ മോക്ഷസന്യാസയോഗം. ശ്രീമദ് ഭഗവത്ഗീതയിലെ ഏറ്റവും വലിയ അധ്യായമാണ്. 78 ശ്ലോകങ്ങളുണ്ട്. നമുക്കിതിനെ 2 ഭാഗമാക്കാം. ആദ്യത്തെ ഒരു ഭാഗം ഇന്ന് ചർച്ച ചെയ്യാം, പകുതി പിന്നീട് അവസരത്തില്. 17-ാം അധ്യായത്തില് ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തില് ഭഗവാൻ പറഞ്ഞു, സാത്വികമായിട്ടുള്ള ശ്രദ്ധയോടുകൂടി മാത്രമേ മോക്ഷത്തെ പ്രാപിക്കാനായിട്ട് സാധിക്കുള്ളൂ. അനേക വിഷയങ്ങളെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന, നിത്യനൈമിത്തിക ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിഷയങ്ങളെയും, പൂജ, യാഗം, യജ്ഞം, ദാനം, തപസ്, ഉപവാസങ്ങൾ, ഭക്ഷണം, അത് വസ്ത്രധാരണം, ശ്രദ്ധ, എല്ലാത്തിനെയും ഭഗവാൻ നല്ല പോലെ ഉപന്യസിച്ച് വിസ്തരിച്ചു. സാത്വികമായിട്ടുള്ള വിശ്വാസമുണ്ട്, രജോ ഗുണത്തിലുള്ള രാജസമായിട്ടുള്ള വിശ്വാസമുണ്ട്, ശ്രദ്ധയുണ്ട്, തമോ ഗുണത്തിലുള്ള താമസികമായിട്ടുള്ള ശ്രദ്ധയുണ്ട്. ആ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് പരമപദത്തിലെത്താനായിട്ട് സാധിക്കൂ. അശ്രദ്ധയോട് കൂടിയിട്ട്, സാധാരണ നമ്മൾ വിചാരിക്കുന്നത് അശ്രദ്ധയല്ല, നമ്മുടെ കയ്യിൽ നിന്ന് പാത്രങ്ങൾ വീണു പോകുന്നതോ അല്ലെങ്കിൽ തെറ്റ് സംഭവിക്കുന്നതല്ല. വിശ്വാസമില്ലാതെ ഭഗവാനിലോ ആധ്യാത്മിക ഗുരുവിലോ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലോ വിശ്വാസമില്ലാതെ ചെയ്യുന്ന എന്ത് തന്നെ ആയാലും അർജുന, അത് പൂജയായിക്കോട്ടെ, യാഗമായിക്കോട്ടെ, യജ്ഞമായിക്കോട്ടെ, നീ കഴിക്കുന്ന ആഹാരമായിക്കോട്ടെ, അല്ലെങ്കിൽ കർമ്മമായിക്കോട്ടെ, ദാനമായിക്കോട്ടെ, തപസ്സുകളായിക്കോട്ടെ, ഉപവാസങ്ങളായിക്കോട്ടെ, പൂജാതി കർമ്മങ്ങളായിക്കോട്ടെ, ഒന്നും തന്നെ നിന്നെ രക്ഷിക്കുകയില്ല. അതുകൊണ്ട് ദൃഢവിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യൂ. ഭഗവാൻ എന്നെ രക്ഷിക്കും, ഞാൻ ഭഗവത് ലോകത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഭഗവാന്റെ വിഭിന്നാംശമാണ്, ഭഗവാന്റെ പേരക്കുട്ടിയാണ്, ഭഗവാന്റെ സന്തതിയാണ്, ഭഗവാന്റെ സേവകനാണ്. ഇങ്ങനൊരു വിശ്വാസം നമ്മളിൽ എല്ലാവരും പുലർത്തി ഭഗവാനെ പ്രീണിപ്പിക്കുക. ധർമ്മം തു സാക്ഷാൽ ഭഗവത് പ്രണീതം. അങ്ങനെ 17-ാം അധ്യായം ഉപസംഹരിച്ചു. ശ്രീമദ് ഭഗവത്ഗീത വേദവേദാന്ത സാര സർവസ്വമാണ്. ഒന്നും അതിൽ നിന്ന് വിട്ടുകളയാൻ പറ്റില്ല. ഒരു അതുല്യമായിട്ടുള്ള
ഒരു അനാദൃശ്യമായിട്ടുള്ള ഒരു കാവ്യാത്മകമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഭൗതിക തലത്തിൽ നിന്ന് നോക്കിയാലും ആധ്യാത്മിക തലത്തിൽ നിന്ന് നോക്കിയാലും ഇത്രയും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ഗ്രന്ഥം ലോകത്തിലില്ല, ഇനിയിട്ട് ഉണ്ടാവാനും പോകുന്നില്ല. ഭൗതിക ലോകത്തിലെ നമ്മുടെ ജീവിതത്തിന് നാം പലപ്പോഴും നല്ല നല്ല കാര്യങ്ങളെ കൊണ്ട് വിശദീകരിക്കാറുണ്ട്, വിവരിക്കാറുണ്ട്. എന്നാൽ ശ്രീമദ് ഭഗവത്ഗീതയാകട്ടെ ആധ്യാത്മികമായിട്ടുള്ള ജീവിതത്തെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഭൗതിക ലോകത്തെ വിവരിക്കുന്നു, എന്നാൽ ശ്രീമദ് ഭഗവത്ഗീത ആധ്യാത്മിക ജീവിതത്തെ വിശദീകരിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹത്തിന് തൃപ്തി വരുന്നില്ല. കാരണം തൻ്റെ ആ മക്കളായിട്ടുള്ള പേരക്കുട്ടികളായിട്ടുള്ള അല്ലെങ്കിൽ കൊച്ചുകുട്ടികളായിട്ടുള്ള പൈതങ്ങളായിട്ടുള്ള നമ്മൾ ഈ സംസാര സാഗരത്തിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നു കാണുമ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ആധ്യാത്മിക ലോകത്തിലെത്താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരികയാണ്. ചെറിയ LKG UKG കുട്ടികളെ എങ്ങനെയാണ് നഴ്സറി ടീച്ചർ പഠിപ്പിക്കുന്നത് അതുപോലെ വിശദമായിട്ട് പഠിപ്പിച്ചു തരികയാണ്. പ്രത്യേകിച്ചും ഈ അധ്യായത്തില് കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ച തന്നെയാണ്. ഈ വളരെ അടുത്ത കാലഘട്ടത്തിലാണ് അധ്യായങ്ങളെയെല്ലാം വിഭജിച്ചത്. കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ച തന്നെയാണ് ഈ അധ്യായവും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഭഗവാന്റെ ശൈലി അപ്രകാരമാണ്. കഴിഞ്ഞ അധ്യായത്തില് പല വിഷയങ്ങളെയും രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും സാത്വിക ഗുണത്തിന്റെയും അടിസ്ഥാനത്തിൽ ഭഗവാൻ വിഭജിച്ചു. എന്നിട്ട് അതിനെ നല്ലപോലെ തലനാരിഴ കീറി നമുക്ക് വിശദീകരിക്കുകയും ചെയ്യും. ഈ അധ്യായത്തിലും ഭഗവാൻ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പകുതി ഭാഗം ഇപ്രകാരം നമ്മെ ആ 3 വകഭേദങ്ങളില് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ദൈനംദിന ജീവിതത്തിലെ വ്യത്യാസങ്ങളെ കുറിച്ച്, ഭേദങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നതിന് ശേഷം മോക്ഷപ്രാപ്തിക്കുള്ള ഉപായങ്ങൾ പറഞ്ഞു തരുന്നു. എന്നിട്ട് ശ്രീമദ് ഭഗവത്ഗീത ഉപസംഹരിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗം എടുക്കാം. കഴിഞ്ഞ അധ്യായത്തില് ഭഗവാൻ ഈ ശ്രദ്ധയെ കുറിച്ചും, അതായത് ദൃഢവിശ്വാസം, പരിപൂർണ വിശ്വാസത്തെ കുറിച്ചും എല്ലാം പറഞ്ഞു. കഴിഞ്ഞ 5-6 അധ്യായങ്ങളില് ഭഗവാൻ 2 പദങ്ങള് വളരെയധികം ഉപയോഗിക്കുകയുണ്ടായി. സന്യാസം, ത്യാഗം. സന്യാസം കൊണ്ട് മാത്രമേ പരിപൂർണതയിലെത്താൻ സാധിക്കൂ. സന്യാസം കൊണ്ട് മാത്രമേ പരമനിരപേക്ഷ സത്യത്തിലെത്താനായിട്ട് സാധിക്കൂ. സന്യാസം കൊണ്ട് മാത്രമേ ഒരാൾക്ക് ജീവിതത്തിൽ സന്തോഷം വരികയുള്ളൂ. ഉപേക്ഷിക്കലാണ് സന്തോഷത്തിന്റെ അടിസ്ഥാന ലക്ഷണം. നമ്മൾ വിചാരിക്കും ലഭിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം. അല്ല, ശരിക്കും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്, നമ്മൾ ഉപേക്ഷിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷവും സുഖവും വരുന്നത്. ഉദാഹരണത്തിന് നമുക്ക് കുറെ ഭക്ഷണം കഴിച്ചു, നമുക്ക് സന്തോഷമായി. പക്ഷെ ആ ഭക്ഷണം പുറത്തു പോയില്ലെങ്കിൽ ആ ദുഃഖം. ആ ഭക്ഷണം പോയി കഴിഞ്ഞാൽ ആ സന്തോഷം. ഇനി ഒരു മുറിയിലേക്ക് പ്രവേശിച്ചു, ചൂടുവായു. ഉടനെ തന്നെ AC ഓൺ ചെയ്തു, ഫാൻ ഓൺ ചെയ്തു, നമുക്ക് സുഖം കിട്ടി. എപ്പോഴാണ് നിങ്ങൾക്ക് സുഖം കിട്ടിയത്? തണുത്ത വായു വന്നത് കൊണ്ടാണോ? അല്ല, ആ മുറിയിലെ ചൂടുവായു നഷ്ടപ്പെട്ടപ്പോൾ. ഇനി നമുക്ക് കുറെ ധനം കിട്ടി, സന്തോഷായി. പക്ഷെ ആ ധനം ഉപയോഗിച്ച്, ആ ധനം നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ, അതായത് ധനം നമ്മൾ വ്യയം നടത്തിയിട്ട്, വ്യവഹാരം നടത്തിയിട്ട് വസ്തുക്കൾ വാങ്ങുമ്പോഴാണ് നമുക്ക് സുഖം കിട്ടുന്നത്, ശാന്തി കിട്ടുന്നത്, സമാധാനം കിട്ടുന്നത്. ഇപ്രകാരം പലപ്പോഴും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ലഭിക്കുമ്പോഴാണ് നമുക്ക് സുഖവും ശാന്തിയും. പക്ഷെ ഭഗവാൻ പറയുന്നു അതിനേക്കാളും സുഖമാണ് നഷ്ടപ്പെടുമ്പോൾ. വിരക്തി, അറിഞ്ഞുകൊണ്ട് വൈരാഗ്യത്തോട് കൂടിയിട്ട്. ഇപ്പൊ ഏകാദശിയാണ് അല്ലെ, ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും. അതേ സമയമോ ഭഗവാന് വേണ്ടി ഞാൻ ഉപവാസം എടുത്തിരിക്കുന്നു, ഉഭേ വാസഹ, ഭഗവാന്റെ സമീപത്ത് എനിക്ക് വസിക്കുവാനായിട്ട്, ഇരിക്കുവാനായിട്ട് ഞാൻ ആഹാര പദാർത്ഥങ്ങളെ ത്യജിച്ചിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളൊരു മാനസികമായിട്ടുള്ള സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവും. മറ്റു ഭൗതിക ആർഭാടങ്ങളും അതുപോലെ തന്നെ വ്യവഹാരങ്ങളും നമ്മുടെ കർമ്മങ്ങളും മറ്റു പ്രവൃത്തികളും ഇന്ദ്രിയത്തിന് സുഖം കിട്ടുന്ന പല കാര്യങ്ങളും നാം ഇന്ന് ഉപേക്ഷിക്കുന്നു. അപ്പൊ നമുക്കൊരു ആധ്യാത്മികമായിട്ടുള്ള സുഖം കിട്ടും. ആ ഒരു സന്ദേശം തന്നെയാണ് ഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ ആ ഗീതാ സംഗ്രഹം എന്നറിയപ്പെടുന്ന സന്യാസത്തിന്റെ പരിപൂർണത അഥവാ മോക്ഷ സന്യാസ യോഗമാകുന്ന ഈ 18-ാം അധ്യായത്തിൽ ഭഗവാൻ പറയാൻ പോകുന്നത്. ഈ 2 പദങ്ങൾ, അതായത് സന്യാസവും ത്യാഗവും ചിന്തിക്കുമ്പോൾ ഒന്ന് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് സ്നേഹിതൻ, സഖേ അതൊക്കെ പറഞ്ഞപ്പോ ആളുകൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടായി. അങ്ങനെ ക്ഷമ, ദയ, കാരുണ്യം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടാവും. ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ എന്ന്. അല്ല, ഒരു ആധ്യാത്മിക ശാസ്ത്രത്തില്, പ്രത്യേകിച്ചും ശ്രീമദ് ഭഗവത്ഗീത പോലെയുള്ള
ആ എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സർവ്വ ഉപനിഷത്തുകളുടെയും സാരം എന്ന് പറയുന്ന ശ്രീമദ് ഭഗവത്ഗീതയിലെ ഓരോ വാക്കിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥങ്ങളാണ്. പക്ഷെ ഭഗവാൻ ഇവിടെ പല സ്ഥലത്തും സന്യാസം ത്യാഗം എന്നെല്ലാം പറഞ്ഞപ്പോ അർജുനന് ചെറിയൊരു ആശയക്കുഴപ്പം വന്നു. അദ്ദേഹം ചോദിച്ചു, ഭഗവാനെ, ഇത് രണ്ടും ഒന്നല്ലേ? സന്യാസവും ത്യാഗവും രണ്ടും ഉപേക്ഷിക്കലല്ലേ? രണ്ടും വിരക്തി തന്നെയല്ലേ? പക്ഷെ അങ്ങെന്തിനാണ് രണ്ടും വേർതിരിച്ചു പറയുന്നത്? വ്യത്യസ്തമാണോ? കാരണം രാഷ്ട്രീയക്കാര് ചിലപ്പോ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചേക്കാം. ഇന്ന് പറയുന്നതല്ല നാളെ പറയാം, നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയാം. പക്ഷെ ഭഗവാനെ സംബന്ധിച്ച് അങ്ങനെ ആവാൻ പാടില്ല. മാത്രമല്ല ശ്രീമദ് ഭഗവത്ഗീതയെ പോലുള്ള ഒരു മഹത്തായിട്ടുള്ള ഗ്രന്ഥത്തില് ഒരു വാക്കിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാനും പാടില്ല. ഈ ഒരു ആശയത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേദവ്യാസ മഹർഷി അർജുനനെ കൊണ്ട് ചോദിച്ചു. അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനോട്, അല്ലയോ ഭഗവാനെ, സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗ്യസ്യ ച ഹൃഷീകേശ പ്രദക്കേശി നിഷൂദനഃ. അല്ലയോ ഭഗവാനെ, പരമ്പൊരുളെ, കടവുളെ, കൃഷ്ണ, കേശി നിഷോധന, മഹാബാഹോ, സന്യാസത്തിന്റെയും ത്യാഗത്തിന്റെയും പൊരുൾ വേർതിരിച്ചറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സന്യാസത്തിന്റെയും ത്യാഗത്തിന്റെയും ഉദ്ദേശ്യം എന്താണ്? ഭഗവാനെ 3 പേരുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. കാരണം അർജുനൻ വളരെ ബുദ്ധിമാനാണ്. കാര്യം സാധിച്ചെടുക്കുവാൻ നമ്മൾ സോപ്പിടും, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ അർജുനനും ഭഗവാനെ സോപ്പിടുകയാണ്. എങ്ങനെ? മഹാബാഹോ, മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവനെ, കൈക്കരുത്തുള്ളവനെ, എന്തും ചെയ്യാൻ സാധിക്കുന്നവനെ. ഭഗവാൻ സന്തോഷവാനായി പുഞ്ചിരിച്ചു. ഓ, എന്നെ പ്രകീർത്തിക്കുന്നുണ്ടല്ലോ, അല്ലെ? കീർത്തന നമ്മളെല്ലാവരുടെയും പൊക്കി പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. മാതാജി സുന്ദരിയാണ്, പ്രഭു വാചാലനാണ്, അല്ലെ? നല്ല പോലെ പാട്ട് പാടാൻ അറിയാം, ക്ലാസ് എടുക്കാൻ അറിയാം, ആരതി ചെയ്യാൻ അറിയാം, നല്ല ഓർഗനൈസർ ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഉള്ളിൽ ഒരു ആനന്ദം വരും. അതുപോലെ തന്റെ ശിഷ്യനായിട്ടുള്ള അർജുനൻ പറഞ്ഞപ്പോ ആധ്യാത്മിക ഗുരുവായിട്ടുള്ള ഭഗവാന് സന്തോഷം ഉണ്ടായി. കൈകരുത്തുള്ളവനാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്, എല്ലാതും ചെയ്യാൻ സാധിക്കും, എല്ലാത്തിന്റെയും ഉപജ്ഞാതാവാണ്, എല്ലാത്തിന്റെയും നിയാമകനാണെന്നൊക്കെ പറഞ്ഞപ്പോ, മാത്രമല്ല സർവാകർഷ കൃഷ്ണ, എല്ലാവരെയും ആകർഷിക്കുന്നവനെ. എന്നിട്ട് പറഞ്ഞു കേശി നിഷൂദന, കേശി ദൈത്യാനാം നാംനാം ഇതി അസുര നിഷൂദനഃ. കേശി എന്ന ദൈത്യനെ, അസുരനെ നിഷൂദനം ചെയ്തതുകൊണ്ട്, വധിച്ചതുകൊണ്ട്, അവന് മോക്ഷം ലഭിച്ചതുകൊണ്ട് ഭഗവാൻ എന്ത് പേര് ലഭിച്ചു? കേശി നിഷൂദനൻ, അല്ലെങ്കിൽ കേശവൻ. അപ്പൊ എന്റെ മനസ്സിലും ഒരു രാക്ഷസൻ വന്നിരിക്കുന്നു, ഒരു ദൈത്യൻ, ഒരു അസുരൻ വന്നിരിക്കുന്നു. ആരാണ്? സംശയം. നമ്മളെല്ലാവരെയും നശിപ്പിക്കുന്ന, നമ്മളെല്ലാവരെയും ദുഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു അസുരനാണ്. ആര്? നമ്മുടെ സംശയങ്ങൾ. സംശയാത്മാ വിനശ്യതി, കേട്ടിട്ടില്ലേ? നമ്മൾ പഠിച്ചു. അപ്പൊ അതുകൊണ്ട് സംശയം ദൂരീകരിക്കേണ്ടത് വളരെ നല്ലതാണ്. മുളയിലെ നുള്ളിക്കളയണം. ആധ്യാത്മിക ആചാര്യനോടോ മാർഗദർശികളായിട്ടുള്ള ഭക്തന്മാരോടോ ചോദിച്ചിട്ട് നമ്മുടെ സംശയങ്ങളെല്ലാം, അല്ലെങ്കിൽ അത് വളർന്നു വലുതായി ആ ബീജം വളരെ വലിയൊരു വൃക്ഷമായിട്ട് നിങ്ങളെ നശിപ്പിച്ചു കളയും. അപ്പൊ അതുകൊണ്ട് അർജുനൻ പറഞ്ഞു, എന്റെ മനസ്സിൽ ഒരു രാക്ഷസൻ വളർന്നു വരുന്നു. എന്താണ്? സന്യാസം എന്താണ്? ത്യാഗം എന്താണ്? ഇവയുടെ നിർവചനം, ഇവയുടെ വിശദീകരണം പ്രദക് വേറെ വേറെ പറഞ്ഞു തരണം. അല്ലാണ്ട് അങ്ങ് അതങ്ങനെയാണ് അർജുന, ഇതിങ്ങനെയാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എനിക്ക് വിശദീകരിച്ചു തരണം. ഇപ്പൊ ഞാൻ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ്. അന്നത്തെ ഒരു സ്ഥിതിയല്ല, 1-ാം അധ്യായത്തിലത്തെ 2-ാം അധ്യായത്തിലത്തെ ഒരു സ്ഥിതിയല്ല. ഭഗവാനും തോന്നി ശരിയാണ്, ഇവൻ നല്ല രീതിയിൽ, കാരണം ഇത്രയും വിശ്വസിച്ചിട്ടുണ്ട് തന്നെ. ഞാൻ പറഞ്ഞതെല്ലാം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്, പരിപൂർണ വിശ്വാസത്തോട് കൂടിയിട്ട്, എന്നിലെ സ്വാത്മാർപ്പണ ബോധത്തോട് കൂടിയിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്റെ ശിഷ്യന് ഇനിയും ഉത്കൃഷ്ടതയിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട്, മറിച്ച് കൂടുതൽ വീണ്ടും ആ ആധ്യാത്മിക ഗുരുവിനോടുള്ള വിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്റെ സർവജ്ഞാനവും സർവവിജ്ഞാനവും ഈ അധ്യായത്തിൽ പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാലോ ഈ സന്യാസത്തിന്റെയും ത്യാഗത്തിന്റെയും ചെറിയൊരു നിർവചനം പറയാതെ വേറെ രീതിയിൽ ഭഗവാൻ വിശുദ്ധമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ശൈലി അങ്ങനെയാണ്. കഴിഞ്ഞ അധ്യായത്തിലും അർജുനന് ഒരു ചോദ്യം ചോദിച്ചു. നേരിട്ട് ഉത്തരം പറയാതെ ഭഗവാൻ എന്താണ്, വേറെ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ട് അവസാനം അർജുന, നീ ചോദിച്ചതിന്റെ ഉത്തരം ഇതാണ് എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് അർജുനന് മനസ്സിലായി. ഇപ്രകാരമായിരിക്കണം ഒരു
മാർഗദർശിയായിട്ടുള്ള ഭക്തൻ, അല്ലെങ്കിൽ ഒരു പ്രചാരകൻ, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ, ഒരു ഗുരു നമ്മളോട് സംശയങ്ങൾ ചോദിക്കുമ്പോൾ കൂടുതൽ വിശദീകരിക്കാതെ, കാട് കയറാതെ, എന്നാൽ അന്യ വിഷയങ്ങളിലേക്ക് പോകാതെ, അവര് ചോദിച്ച വിഷയത്തിന് അനുകൂലമായിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ അതിനൊന്ന് വിശദീകരിച്ചു കൊടുക്കണം. പെട്ടെന്ന് ഒരു ഉത്തരത്തിലോ ഒരു വൺ വേർഡിലോ ഒരു MCQ പോലെ നിർത്തരുത്. എന്നാലോ വളരെ ഒരു essay പോലെയും ആവരുത്. ഒരു ചെറിയ 5-6 വാക്കിൽ ഉത്തരം എഴുതുന്ന രീതിയിൽ അവര് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഭഗവാന്റെ ശൈലി എല്ലാവരും സ്വീകരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ശ്രീമദ് ഭഗവത്ഗീത ഭഗവാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. ഭഗവാൻ പറഞ്ഞു, ശ്രീ ഭഗവാനുവാച പരമദിവ്യോത്തമ പുരുഷൻ സച്ചിദാനന്ദ സ്വരൂപൻ, സർവാധ്യാത്മിക ലോകങ്ങളുടെയും ഭൗതിക ലോകങ്ങളുടെയും സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തി, സർവ സുഹൃത്തുക്കളുടെയും സർവ ചരാചരങ്ങളുടെയും സുഹൃത്ത്, സർവയജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും എല്ലാം ഭോക്താവ്, അങ്ങനെ നമ്മുടെ അന്തരാമിയായിട്ടിരിക്കുന്ന പരമാത്മാവായിട്ടുള്ള ഈ ജീവാത്മാവിനെയും പരമാത്മാവിനെയും എല്ലാം നിയന്ത്രിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഹു സർവകർമ്മഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണാഹ. അർജുന, കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കലാണ് സന്യാസം. അല്ലെ, അനേകം കർമ്മങ്ങളെ കുറിച്ച് നാം 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും പഠിച്ചു. നിത്യകർമ്മങ്ങളുണ്ട്, ദിവസവും ചെയ്യേണ്ടത്. നൈമിത്തിക കർമ്മങ്ങളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും വന്നു ചേരുന്നത്. ഷോഡശ സമ്പ്രദായം, ഷോഡശാചാരം എന്നൊക്കെ പറയും, 16 തരത്തിലുള്ളത്. അതുപോലെ തന്നെ പ്രതിഷിദ്ധ കർമ്മങ്ങൾ, ശാസ്ത്രവും ആധ്യാത്മിക ഗുരുവും പിന്നെ നമ്മുടെ സംസ്കാരവും നമ്മുടെ നീതിന്യായവും എല്ലാം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പ്രതിഷിദ്ധ കർമ്മങ്ങൾ. അല്ലെ, പിന്നെന്താണ് കാമ്യകർമ്മങ്ങള്, ആഗ്രഹപൂർത്തിക്ക് വേണ്ടി ചെയ്യുന്നത്, അനേകം യാഗങ്ങള്, യജ്ഞങ്ങള്, പൂജകള്, ഇതെല്ലാം. പിന്നെ എന്താണ് പ്രായശ്ചിത്ത കർമ്മങ്ങൾ. അല്ലെ, ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതിരുന്നാലും ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ചെയ്താലും നമുക്ക് വന്നു ചേരുന്ന പാപത്തെ എല്ലാം നശിപ്പിക്കാനായിട്ട് ചെയ്യുന്ന പ്രായശ്ചിത്ത കർമ്മങ്ങൾ. ഇങ്ങനെ കർമ്മങ്ങളെ അകർമ്മം, വികർമ്മം, അല്ലെ, കർമ്മം, സ്വകർമ്മം, അങ്ങനെ കുറെ രീതിയിൽ ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. അതില് കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കലാണ് സന്യാസം. വിരക്തി എന്ന് പറയുന്നത്, സന്യാസം എന്ന് പറയുന്നത് എന്താണ്? കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കലാണ്. പിന്നെയോ സർവകർമ്മഫലങ്ങളെയും ഉപേക്ഷിക്കലാണ് ത്യാഗം. രണ്ടും ഒന്ന് തന്നെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. പക്ഷെ ഭഗവാന്റെ കാഴ്ചപ്പാടിൽ എന്താണ്? അതിന് കുറച്ച് അർത്ഥഗർഭമായിട്ട് പറയാനുണ്ട്. സർവകർമ്മഫലങ്ങൾ ഉപേക്ഷിക്കലാണ് ത്യാഗം, സർവകർമ്മങ്ങളെയും ഉപേക്ഷിക്കലാണ് സന്യാസം. ഇത് എന്റെ അഭിപ്രായമല്ല. നോക്കൂ, ഭഗവാൻ വീണ്ടും ആധ്യാത്മിക ഗുരുവിനെയും നമ്മുടെ ഗുരു ശിഷ്യ പരമ്പരയെയും പ്രകീർത്തിക്കുക. ഭഗവാന്റെ ശൈലി അങ്ങനെയാ, അല്ലെ? ഇത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാര് ഞാനാ പറയണത്, എന്റെ ഉപദേശം നീ കേൾക്കണം, അങ്ങനെ ഒരു ശൈലിയുണ്ട്. അത് ചിലർക്ക് ചിലപ്പോ അലോസരം ഉണ്ടാക്കും. പക്ഷെ ഭഗവാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ഭഗവാൻ എന്താണ് പറയുന്നത്? കവയാവിദുഹു, തത്വദർശികൾ പറഞ്ഞിട്ടുണ്ട് അർജുന, എന്റെ ഗുരു പറഞ്ഞിട്ടുണ്ട്. കവി, കവി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ കവിത എഴുതുന്നവൻ എന്നർത്ഥം ചിലപ്പോ പറയാം. അല്ലാണ്ട് മറ്റുള്ളവർ എഴുതിയിട്ടുള്ള കവിതകൾ അടിച്ചു മാറ്റുന്ന, തൃശ്ശൂര് കുറെ അങ്ങനെയുള്ള അടിച്ചു മാറ്റുന്ന കവികളും കവിയത്രികളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കവി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ സത്യത്തെ സാക്ഷാത്കരിച്ചവർ, സത്യം മനസ്സിലാക്കിയവർ, ആ പരമലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയവർ, അതാണ് കവി. കവീനാം ഉഷനാ കവിഹി എന്ന് 10-ാം അധ്യായത്തിൽ വിഭൂതി യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ശുക്രാചാര്യനാണ് കവികളിൽ വെച്ച്. അതായത് സത്യം മനസ്സിലാക്കിയത്, സത്യം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളെയാണെന്ന് പറയുന്നത് കവി. അല്ലാതെ ഒരു താടി മീശയ്ക്ക് നീട്ടി വളർത്തി ഒരു കൂറ ജുബയും ഇട്ട് തോളിൽ ഒരു തുണി സഞ്ചിയും ഇട്ടിട്ട് ഇങ്ങനെ സത്യത്തെ അന്വേഷിച്ച് നടന്ന് ആൾക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിൽ വെറുതെ വാചാലമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല. അപ്പൊ തത്വദർശികളായിട്ടുള്ള മഹർഷിമാരും മുനിമാരും യോഗികളും പറഞ്ഞിട്ടുണ്ട്. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർമ്മങ്ങളെ ഉപേക്ഷിക്കലാണ് സന്യാസം, സർവകർമ്മഫലങ്ങളെയും ഉപേക്ഷിക്കലാണ് ത്യാഗം എന്ന് ആ സത്യം മനസ്സിലാക്കിയിട്ടുള്ള മനീഷിമാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തോന്നും കർമ്മങ്ങൾ ഉപേക്ഷിക്കല് തന്നെയല്ലേ കർമ്മഫലങ്ങൾ ഉപേക്ഷിക്കല്, എന്താ അതിൽ വ്യത്യാസമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന് മനസ്സിലായി. കുറച്ച് വിശദീകരണം ആവശ്യമുണ്ട് ഇതിന്. അപ്പൊ ഭഗവാൻ ഇനിയുള്ള 5-6 ശ്ലോകങ്ങളില് ഈ ഒരു കാര്യം വിശദീകരിക്കാൻ പോകുകയാണ്. കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കലാണ് സന്യാസം എന്ന് പറഞ്ഞു. അപ്പൊ കാമ്യകർമ്മങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ ഭഗവാൻ പറയുകയാണ്, പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. മഹർഷിമാരുടെയും മുനിമാരുടെയും യോഗിമാരുടെയും അഭിപ്രായം ഇതാണെങ്കിലും അതിൽ തന്നെ 2 കൂട്ടരുണ്ട്, പൂർവപക്ഷവും പ്രതിപക്ഷവും. അവരെന്താ പറയണത്? ത്യാജ്യം ദോഷവദിത്യേകേ
കർമ്മ പ്രാഹുർമനീഷിണഃ യജ്ഞദാന തപ കർമ്മ നാത്യാജമിതി ചാപരേ. അർജുന, മനീഷിനഹ, മനനം ചെയ്യുന്നവര്, തത്വചിന്തകന്മാര്, അല്ലെ, നേരത്തെ പറഞ്ഞിട്ടുള്ള സത്യദർശികളായിട്ടുള്ള ആളുകളില് ചില ആളുകള് എന്താ പറയണത്? എല്ലാ കർമ്മദോഷവത്, എല്ലാ കർമ്മങ്ങളും ദോഷമുള്ളതാണ്, എല്ലാത്തിനും കർമ്മഫലം ഉണ്ട്, അല്ലെ. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും നല്ലതിനാ ചെയ്യണമെന്ന്. പക്ഷെ ഒരാൾക്ക് ഇപ്പൊ ദാനം ചെയ്ത് നമ്മൾ 100 രൂപ കൊടുത്തു 500 രൂപ കൊടുത്തു, അറിയില്ല അവൻ അനാശാസ്യ പ്രവർത്തനങ്ങളാ ചെയ്യുന്നത്. അവൻ മദ്യപിക്കാനാണ് ആ പൈസ ഉപയോഗിച്ചത്, മരുന്നിന് വേണ്ടിയിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്, എനിക്ക് അറിയണ്ടായിരുന്നില്ല. മദ്യപിച്ചു, പുകവലിച്ചു, ഭാര്യയെ മർദ്ദിച്ചു, മാതാപിതാക്കളെ മർദ്ദിച്ചു, അതിന്റെ കർമ്മഫലം വന്നു ചേരും, അല്ലെ. അല്ലെങ്കിൽ തെറ്റായി ചെയ്യുന്ന മന്ത്രങ്ങള്, തെറ്റായി ചെയ്യുന്ന ആരതികള്, ഇതെല്ലാം കർമ്മഫലം ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ദോഷദൂഷിതമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചില ആളുകൾ പറയുന്നു എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിച്ചോളൂ, നിത്യകർമ്മങ്ങളെയും ഉപേക്ഷിച്ചോളൂ, നൈമിത്തിക കർമ്മങ്ങളെയും ഉപേക്ഷിച്ചോളൂ, കാമ്യകർമ്മങ്ങളെയും ഉപേക്ഷിച്ചോളൂ, എല്ലാത്തിനെയും നിങ്ങൾ ഉപേക്ഷിച്ചോളൂ, എന്നിട്ട് ഭഗവത് ഭക്തിയുത സേവനം മാത്രം ചെയ്യാം. അങ്ങനെ പറയുന്നുണ്ട് ചില ആൾക്കാർ. എന്നാൽ ചില ആൾക്കാർ പറയണു അങ്ങനെയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ കാരണം? യജ്ഞം, ദാനം, തപസ്, പൂജകള്, ശ്രവണം, കീർത്തനം, അല്ലെ, ലോകത്തിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. നമുക്ക് ശരീരം ലഭിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ചെയ്യണ്ടേ? ഈ ശരീരം ഉപേക്ഷിക്കുന്നത് വരെ നമ്മൾ കർമ്മം ചെയ്തേ മതിയാവൂ. ഭഗവാനും കർമ്മം ചെയ്യുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല. മറ്റുള്ളവർ പറയണു ഉപേക്ഷിക്കണം, ഇല്ലെങ്കിൽ കർമ്മഫലം വരും, അടുത്ത ജന്മം എടുക്കേണ്ടി വരും. ചിലർ പറയണു ഇല്ല, ശ്രദ്ധിച്ച് ചെയ്താൽ മതി, കർമ്മൊക്കെ ചെയ്യണം, പക്ഷെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി എന്ന്. ഒരു ചക്ക നമ്മുടെ കയ്യിൽ തന്നു, എന്നിട്ട് ഒരാള് പറയാണ് അതെ ഇതിന്റെ ചക്കയുടെ പശ, ഈ ചക്ക മുളിഞ്ഞാനല്ലേ എല്ലാ സ്ഥലത്തും ഉണ്ടാവും, അത് കഴിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പൊ വേറൊരു ആൾക്കാർ പറയും ആരാ പറഞ്ഞത്? അമൃതിന് തേനിന് തുല്യമായിട്ടുള്ള ഈ വരിക്കച്ചക്ക ഉപേക്ഷിക്കേ, അത് കഴിക്കാം, അതിന് ഉപായങ്ങളുണ്ട്, അതിന്റെ പശ ദേഹത്ത് വരാതെ കഴിക്കാനായിട്ട് ഉപായങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയും. അങ്ങനെ രണ്ടഭിപ്രായമാണ്. അപ്പൊ അർജുനൻ ചോദിച്ചു അവരങ്ങനെ പറഞ്ഞോട്ടെ എന്റെ ഭഗവാന്, അങ്ങയുടെ അഭിപ്രായം എന്താ? എനിക്ക് അങ്ങയുടെ അഭിപ്രായമാണ് അറിയേണ്ടത്, അല്ലാണ്ട് അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു അതൊന്നും എന്നെ സംബന്ധിച്ച വിഷയമല്ല. ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന ശിഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങ് ആരാണെന്ന് നല്ല പോലെ മനസ്സിലായി, വിശ്വരൂപ ദർശനം കണ്ടു. അപ്പൊ അങ്ങ് സകല ലോകങ്ങളുടെയും ഭോക്താവാണ്, നിയാമകനാണ്, വിജ്ഞാനിയാണ്, എല്ലാം അങ്ങ് തന്നെയാണെന്ന് മനസ്സിലായി. ഇനി അങ്ങയുടെ അഭിപ്രായം പറയൂ, അതാണ് എനിക്ക് സ്വീകാര്യം എന്ന് പറഞ്ഞു. ഭഗവാൻ ഒന്നും കൂടി സന്തോഷായി. ഭഗവാൻ പറഞ്ഞു നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ ഭരത സത്തമാ ത്യാഗോ ഹി പുരുഷ വ്യാഗ്ര ത്രിവിധ സംപ്രകീർത്തിത. അപ്പൊ ഭഗവാനും ഒരു വില്ലാളി വീരന, ജഗജില്ല. തന്നെ ഇങ്ങനെയെല്ലാം പ്രശംസിച്ചപ്പോ തന്റെ ശിഷ്യനായിട്ടുള്ള അർജുനനെയും ഒന്ന് സോപ്പിടാം, ഒന്ന് അവനെ പൊക്കി വിടാമെന്ന് ആർക്ക് തോന്നി? ഭഗവാനും തോന്നി. ഭഗവാൻ പറയുന്നു അർജുന, ഭരതസത്തമാ, ഭാരതത്തിൽ ജനിച്ചിട്ടുള്ള ഉത്തമനായവനെ, ഭരതകുലത്തിൽ ഇന്ന് വരെ ജനിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്തമനായവനെ നോക്കൂ. മാത്രമല്ല നീ ജ്ഞാനിയാണ്. ദീപ്തി പ്രകാശം ഇതിരതായാം, ജ്ഞാനമാകുന്ന പ്രകാശത്തിൽ നൃത്തം ചെയ്യുന്നവനാണ് ഭാരതീയര്, അതിൽ വെച്ച് ഉത്തമനാണ് നീ, എല്ലാം അറിയാൻ നിനക്ക്. പക്ഷെ എന്തോ അജ്ഞാനം കൊണ്ട്, യോഗമായ കൊണ്ട് അത് മൂടിയിരിക്കുന്നു, അത് ഞാൻ നിനക്ക് മാറ്റിത്തരാം. മാത്രമല്ല പുരുഷവ്യാഗ്രഹ, നിസിംഹമാണ്, നീ പുലിയാണ്, കടുവയാണ് നീ പുരുഷന്മാരിൽ വെച്ചിട്ട്. അല്ല, നിന്റെ ശബ്ദം കേട്ടാൽ മതി, നിന്റെ ഒരു നോട്ടം കേട്ടാൽ മതി, നീയോ ആ മീശ ഒന്ന് പിരിച്ചു വെച്ചാൽ മതി, അനേകം ശത്രുക്കൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും, അത്രയും കരുത്തുള്ളവനാണ് നീയേ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. നോക്കൂ, നമ്മുടെ സന്തത സഹചാരികളോട്, അല്ലെങ്കിൽ നമ്മളെ ശരണം പ്രാപിച്ചവരോട്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് ഒക്കെ എപ്പോഴും ഇതുപോലെ മധുരതരമായിട്ട്, എപ്പോഴും അവരെ അധപതിക്കാതെ, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഇൻസൾട്ട് ആക്കാതെ എപ്പോഴും അവരെ ഉദ്ധാരണം ചെയ്യുകയാണ് വേണ്ടത്. ഭഗവാന്റെ ശൈലി നോക്കൂ, അല്ലെ. വിഡ്ഢി, പമ്പര വിഡ്ഢി, കഴുത, ഒന്നും അറിയാത്തവനെ, അജ്ഞാനി, പാപി, ഇതൊന്നും ശ്രീമദ് ഭഗവത്ഗീതയിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല. നമ്മളാണെങ്കിൽ കാലത്ത് തന്നെ കുട്ടികള് കഴുതയുടെ മോനെ എഴുന്നേൽക്ക്, പോത്ത് പോലെ കിടന്നുറങ്ങുന്നു, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറയും. കുട്ടികളുടെ അന്നത്തെ ദിവസം തന്നെ പോകും. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എങ്ങനെയാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ സംസാരിക്കുന്നത്, അതുപോലെ ആയിരിക്കണം നമ്മള് ഒരു റോൾ മോഡലായിട്ട് നമ്മുടെ വീട്ടുകാരോടും ബന്ധുമിത്രാദികളോടും നമ്മുടെ ശത്രുക്കളോടും എല്ലാവരോടും പെരുമാറേണ്ടത്. എന്നിട്ട് പറയാണ്, ഇതൊരു വിവാദപരമായിട്ടുള്ള ഒരു വിഷയമാണ് നീ ചോദിച്ചത്, ത്യാഗം, സന്യാസം. അതുകൊണ്ട് ഈ ഒരു ത്യാഗത്തെ സംബന്ധിച്ചിട്ടുള്ള എന്റെ തീർപ്പ് ഞാൻ പറഞ്ഞു തരാം. ശൃണുമേ, നീ നല്ല പോലെ ശ്രവിച്ചോളൂ, ഞാൻ നല്ല പോലെ വിശദീകരിച്ചു തരാം.
ഈ ത്യാഗം 3 വിധത്തിലുണ്ട്. അതുകൊണ്ടാണ് ആളുകൾക്ക് ആശയക്കുഴപ്പം വന്നത്. ചിലർ അത് ഉപേക്ഷിക്കണമെന്ന് പറയുന്നു, ചിലർ പറയുന്നു ഉപേക്ഷിക്കാൻ പാടില്ല എന്ന്. കാരണം എന്താണ്? ത്യാഗം 3 വിധത്തിലുണ്ട്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ച പോലെ ആഹാരം 3 വിധത്തിലുണ്ട്, ഇല്ലേ? തപസ് 3 വിധത്തിലുണ്ട്, യാഗം 3 വിധത്തിലുണ്ട്, കർമ്മങ്ങൾ 3 വിധത്തിലുണ്ട്, ദാനധർമാദികൾ 3 ഇതിലുണ്ട്, ആരാധനാ പദ്ധതി 3 വിഭാഗത്തിലുണ്ട്. അതുപോലെ തന്നെ ത്യാഗവും 3 വിഭാഗത്തിലുണ്ട്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളായിട്ടുള്ള സത്വരജോ തമോ ഗുണങ്ങളെ കൊണ്ട്. ഒരാളിലെ സത്വഗുണം അധികരിച്ചു നിൽക്കുകയാകുമ്പോൾ അവന്റെ ത്യാഗം വേറെയായിരിക്കും. അതേ വ്യക്തിയിൽ തന്നെ രജോ ഗുണം അധികരിച്ചു നിൽക്കുകയാണല്ലോ, അവൻ വേറെ രീതിയിലാണ് പ്രവർത്തിക്കുക. എന്നാൽ തമോ ഗുണമാണെങ്കിലോ അവന്റെ ത്യാഗം വേറെ രീതിയിലായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടും കാണാനായിട്ട് സാധിക്കും. നിങ്ങളത് ഒബ്സർവ് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഇനി ഈ അധ്യായം എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പരിസരത്തൊക്കെ നോക്കുകയാണെങ്കിൽ, നിങ്ങളിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വീടിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ, ഭഗവാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് നേരിൽ കാണുവാനായിട്ട് സാധിക്കും. ഇത് നിങ്ങളെ മോശമാക്കാനോ, നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുവാനോ, അല്ലെങ്കിൽ നിങ്ങൾ നികൃഷ്ടനാണെന്ന് പറയാനോ ഒന്നുമല്ല ഭഗവാൻ ഇവിടെ ശ്രമിക്കുന്നത്. മറിച്ച് എന്താണ്? നിങ്ങളെ ഉത്കൃഷ്ടതയിലേക്ക് കൊണ്ടുപോകാൻ, അപരിപൂർണതയിലേക്ക് കൊണ്ടുപോകാനാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. ആരെയും മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതാക്കണമെന്നോ, നിങ്ങളെ വിഷമിപ്പിക്കണമെന്നോ, ദുഃഖിപ്പിക്കണമെന്നോ ഒന്നും ഭഗവാനോ ഭഗവത്ഗീതയ്ക്കോ വേദവ്യാസ മഹർഷിക്കോ ഒന്നും ആഗ്രഹമില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ കാഴ്ചപ്പാട് നോക്കാം. അദ്ദേഹം പറയാണ്, യജ്ഞദാന തപകർമ്മ നാത്യാജം കാര്യമേവ തത് യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം. അർജുന, നേരത്തെ 2 ആൾക്കാർ പറഞ്ഞു യജ്ഞം, ദാനം, തപസ് ഇവയൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല, ഇതെല്ലാം മനുഷ്യനായിട്ട് നമ്മൾ ചെയ്യണം. ചിലർ പറഞ്ഞു അതൊക്കെ ചെയ്യുകയാണെങ്കിൽ കർമ്മഫലം ഉണ്ടാവും, നല്ലതുണ്ടാവും ചീത്തയുണ്ടാവും. നല്ലതുണ്ടാവുമ്പോൾ നമ്മൾ സ്വർഗലോകത്തിൽ പോവും, കുറെ നാള് അവിടെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഭൂമിയിലേക്ക് വരേണ്ടി വരും. ഇനി തെറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാലാ നമ്മൾ നരകലോകങ്ങളിലേക്ക്, അധോ ലോകങ്ങളിലേക്ക് പോയിട്ട് വീണ്ടും ഭൂമിയിലേക്ക് വരേണ്ടി വരും. രണ്ടും ഒന്ന് തന്നെ. പക്ഷെ എന്റെ കാഴ്ചപ്പാട് അതല്ല. എന്റെ കാഴ്ചപ്പാട് എന്താണ്? യജ്ഞം, ദാനം, തപസ് ഈ കർമ്മങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. നോക്കൂ, ഭഗവാന്റെ കാഴ്ചപ്പാടാണ് നമ്മൾ എടുക്കേണ്ടത്. എന്താണ് അദ്ദേഹം പറയുന്നത്? യാഗങ്ങൾ ചെയ്യണം, യജ്ഞങ്ങൾ ചെയ്യണം, പൂജകൾ ചെയ്യണം, ദാനധർമാദികൾ ചെയ്യണം, തപസ്യകൾ ചെയ്യണം. എന്ന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപവാസം പോലെയുള്ള ആ ആചാരങ്ങൾ നമ്മൾ ചെയ്യണം. മനസ്സിനെ ശുദ്ധമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന തപസ്യകൾ, അല്ലാണ്ട് വനങ്ങളിലേക്ക് പോകാനോ വീട് ഉപേക്ഷിച്ച് പോകാനോ ഒന്നല്ലാട്ട പറയണത്, തെറ്റിദ്ധരിക്കരുത്. അതെല്ലാം ചെയ്യണം. കാരണം എന്താണ്? ഈ 3ഉം അവശ്യം അനുഷ്ഠിക്കേണ്ടതാണ്. ഇത് ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തില് സതതം എപ്പോഴും അനുഷ്ഠിക്കേണ്ടതാണ്. ഏത്? യജ്ഞം, ദാനം, തപസ്. അയ്യോ, യജ്ഞം ചെയ്യാനായിട്ട് ബ്രാഹ്മണരെ വിളിക്കണ്ടേ, വൈഷ്ണവരെ വിളിക്കണ്ടേ, നമ്പൂതിരിമാരനെ വിളിക്കണ്ടേ, ഹോമകുണ്ടം തയ്യാറാക്കണ്ടേ? എന്തിനാ? യജ്ഞോസി ജപയജ്ഞോസ്മി. അർജുന, ഞാൻ യജ്ഞങ്ങളിൽ വെച്ച ജപയജ്ഞമാണ്. നിങ്ങൾ ജപം ചെയ്തോളൂ. നിങ്ങളുടെ വീട്ടുകാരനൊക്കെ ഇരുത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവോട്ടീസിനൊക്കെ വിളിച്ചിരുത്തിയിട്ട് ജപയജ്ഞം ചെയ്യുക. യജ്ഞം കഴിഞ്ഞു. നോക്കൂ, വളരെ ലളിതമായിട്ടുള്ള പ്രക്രിയ. ദാനം, ദാനധർമാദികൾ ചെയ്യൂ. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണുള്ളത്? പുഷ്പമാണോ? പത്രം, പുഷ്പം, ഫലം, തോയം. സത്സംഗത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയിക്കോളൂ. തുളസിമാല കെട്ടിക്കൊണ്ടുപോയിക്കോളൂ, പൂമാലകള്, അല്ലെ? ഇനി ഒരു 10 രൂപയുള്ളൂ, ഭണ്ഡാരത്തിലിടൂ, ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ അന്നദാനം ചെയ്തോളൂ. ആഴ്ചയിൽ ഒരു ദിവസം, മാസത്തിൽ ഒരു ദിവസം, നിങ്ങളുടെ വിവാഹ വാർഷിക സമയത്തോ, കുട്ടികളുടെ പിറന്നാൾ സമയത്തോ ഒക്കെ ചെയ്തോളൂ. അവിടെ ക്ഷേത്രത്തിലെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് സത്പാത്രങ്ങളിൽ ദാനം ചെയ്യുക. സൂക്ഷിച്ച് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, സാത്വികമായിട്ടുള്ള ദാനമുണ്ട്, രാജസികമായിട്ടുള്ള ദാനമുണ്ട്, തമോ ഗുണത്തിലുള്ള ദാനമുണ്ട്. അതിൽ സാത്വിക ദാനം എന്താണെന്ന് നോക്കിയിട്ട്, ദേശം, കാലം, പാത്രമെല്ലാം നോക്കിയിട്ട് നല്ല രീതിയിൽ ചെയ്യുക. അല്ലാതെ രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ അമ്പലം വിഴികൾക്കോ അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പാപം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ദാനം ചെയ്യുക. ഞാൻ കൊടുത്തു, ഇനി എനിക്ക് അതിന്റെ കാര്യം ഒന്നും അറിയണ്ട, അങ്ങനെ വിചാരിക്കരുത് ഒരിക്കലും. അതിന്റെ ഒരു 10% നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും സൂക്ഷിച്ച് ചെയ്യുക. അതിനാണ് ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തില് ഭഗവാൻ ഇതെല്ലാം വിശദീകരിച്ചത്. അല്ലാതെ വെറുതെ വിശദീകരിച്ചതല്ല, നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അതെല്ലാം വിശദീകരിച്ചത്. തപസ്യകൾ, അല്ലെ? രാവിലെ എഴുന്നേൽക്കുക, ഈ ഓൺലൈൻ ക്ലാസ്സിൽ കയറുക, സ്വാധ്യായം ചെയ്യുക, അല്ലെ? അങ്ങനെ വ്രതങ്ങൾ എടുക്കുക, ഇങ്ങനെയുള്ള തപസ്യകളെല്ലാം അനുഷ്ഠിക്കുക. ഇതെല്ലാം നിത്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അർജുന. കാരണം എന്താ പ്രയോജനം?
അത് മനീഷീണാം പാവനാന്, മനുഷ്യന്മാർക്ക്, മനനം ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഉത്കൃഷ്ടതയെ പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അയോഗചിത്തന്മാർക്ക്, ഭക്തിയോഗത്തിൽ ഏർപ്പെടുന്ന ഭക്തന്മാർക്ക് ഈ യജ്ഞവും ദാനവും തപസ്സുമെല്ലാം അവർക്ക് ശുദ്ധീകരിക്കുന്നു, അവരെ പവിത്രീകരിക്കുന്നു. അല്ലെ? കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അപൂർണമാണ്. അതില് അനേകം മാലിന്യങ്ങളുണ്ട്. നമ്മൾ സോപ്പ് ഇട്ടിട്ടോ ഡെറ്റോൾ ഇട്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സുഗന്ധദ്രവ്യങ്ങളോ അല്ലെങ്കിൽ മാലിന്യ വസ്തുക്കളോ ഒക്കെ ഇട്ടിട്ട് കഴുകിയിട്ടുണ്ടോ ഒരു പ്രയോജനമില്ല. സുഗന്ധം ഉണ്ടാവുന്നല്ലാണ്ട് അതിൽ കറയൊന്നും പോവില്ല. കാരണം നമ്മുടെ കൈ കൊണ്ടെല്ലാം നമ്മൾ അനേകം പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ജന്മജന്മാന്തരങ്ങളായിട്ട്. അപ്പൊ ആ പാപമെല്ലാം കഴുകി കളയുവാൻ എന്ത് ചെയ്യണം? ജപിക്കണം, കൈ കൊണ്ട് ജപിക്കണം. കൈ കൊണ്ട് കീർത്തനം ചെയ്യുമ്പോൾ കൈ കൊട്ടിപ്പാടണം. അല്ലെ? അപ്പൊ നമ്മുടെ കയ്യിലുള്ള കറകളും പാപകർമ്മങ്ങളും എല്ലാം പറവകളായി പറന്നു പോകുന്ന പറയണം. അതുകൊണ്ടാണ് കൈയടിച്ച് പാട്ട് പാടാൻ പറയുന്നത്, കീർത്തനം ചൊല്ലാൻ പറയുന്നത്. ചിലവര് ജനഗണമന ജനണമാരി അറ്റൻഷൻ ആയിട്ട് നിന്ന് ചെയ്യും. അത് ശരിയല്ല. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് കൈ കൊട്ടി, അല്ലെ? പിന്നെ മറ്റുള്ളവരുടെ എല്ലാം ഒന്ന് പുറത്ത് തട്ടി, പിന്നെ നമ്മൾ ആധ്യാത്മിക ഗുരുവിന്റെയും സീനിയർ ഡിവോട്ടീസിനെയൊക്കെയും കാണുമ്പോൾ കൈയെല്ലാം കൂപ്പി, ഇങ്ങനെ നമ്മുടെ കൈയും കാലും വായും വിസർജന ഇന്ദ്രിയവും ഉൽപാദന ഇന്ദ്രിയവും കണ്ണും മൂക്കും നാക്കും ത്വക്കും തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയങ്ങളെയെല്ലാം നിങ്ങൾ ശുദ്ധീകരിക്കണം. എന്ത് ചെയ്തുകൊണ്ട്? യജ്ഞം ദാനം തപസ് ഇവ ചെയ്തുകൊണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ചെയ്യാൻ പറയുന്നത്. കാരണം നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്, അതിൽ മാലിന്യമുണ്ട്. ഈ ഇന്ദ്രിയങ്ങൾ ശുദ്ധീകരിച്ചാൽ മാത്രമേ അന്ധകരണമാകുന്ന 11ാമത്തെ ഇന്ദ്രിയമാകുന്ന കാണാൻ സാധിക്കാത്ത ദൃഷ്ടിഗോചരമായിട്ടുള്ള ആ മനസ്സ് ശുദ്ധമാവുള്ളൂ. ആ മനസ്സ് ശുദ്ധമായാൽ മാത്രമേ നമ്മുടെ ബുദ്ധി ശുദ്ധമാകുകയുള്ളൂ. ബുദ്ധി ശുദ്ധമായാൽ മാത്രമേ നമ്മുടെ അവബോധം ശുദ്ധമാകുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ഭഗവാനെ ശരണം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു ക്രമപ്രകാരമായിട്ടുള്ള ശ്രീമദ് ഭഗവത്ഗീത ഒരു ശാസ്ത്രമാണ്. സാധാരണ ശാസ്ത്രമാണോ? അല്ല, യോഗശാസ്ത്രമാണ്. ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം, ബ്രഹ്മവിദ്യയാണ്. യോഗശാസ്ത്ര, യോഗശാസ്ത്രവുമാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടും കൂടിയതായിക്കൊണ്ട് ആ പരമനിരപേക്ഷം എന്താണെന്ന് മനസ്സിലാക്കി തരികയും അതിനെ പ്രാപിക്കാനുള്ള മാർഗങ്ങൾ മനസ്സിലാക്കി തരികയും രണ്ടുമുണ്ട്. ഔഷധം എന്താണെന്ന് പറയുകയും ആ ഔഷധം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും ഔഷധം കഴിച്ചാലുള്ള ഗുണങ്ങളെ കുറിച്ച് വിസ്തരിച്ചു തരുന്നു. നോക്കൂ, മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ പറയും ഭഗവാൻ ഉണ്ട്, ഭഗവാൻ അങ്ങനെയാണ്, പ്രാപിക്കേണ്ടത് പറഞ്ഞു തരില്ല. ചിലതിൽ ഭഗവാനെ പ്രാപിക്കേണ്ടതായിട്ട് പറഞ്ഞു തരും, ഭഗവാൻ ആരാണെന്ന് വെളിപ്പെടുത്തി തരില്ല. ഉപനിഷത്ത് പോലുള്ള ഗ്രന്ഥങ്ങളിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചിന്തിച്ചോളൂ എന്ന് പറയും. പക്ഷെ ഇവിടെയാണെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീതയില് ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കി തന്നു, അദ്ദേഹത്തിന്റെ വാസസ്ഥാനം മനസ്സിലാക്കി തന്നു, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി തന്നു. എന്നിട്ടോ അദ്ദേഹത്തിനെ പ്രാപിക്കാനുള്ള ഉപായങ്ങളായിട്ടുള്ള കർമ്മയോഗവും ജ്ഞാനയോഗവും ധ്യാനയോഗവും അതിനേക്കാളും ഉപരി ഭക്തിയോഗവും നമുക്ക് വിശദീകരിച്ചു തരണം. നോക്കൂ, ശ്രീമദ് ഭഗവത്ഗീതയുടെ ആ മൂല്യം നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. എന്നിട്ട് നിങ്ങൾ ഗ്രന്ഥങ്ങളെ അന്യമത ഗ്രന്ഥങ്ങളെ എല്ലാം ശരണം പ്രാപിക്കൂ. അല്ലെ? പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും നോക്കിയിരിക്കുക നമ്മളെക്കാൾ ശ്രേഷ്ഠരാണെന്ന്. പക്ഷെ നമ്മുടെ കയ്യില് ആ മാണിക്യം പോലെ അല്ലെങ്കിൽ മരതകം പോലെ ഇന്ദ്രനീലക്കല്ല് പോലെ വജ്രം പോലെ ഡയമണ്ട് പോലെയുള്ള സാധനം നമ്മുടെ കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ അന്യവസ്തുക്കളുടെ പിറകെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു യജ്ഞം ദാനം തപസ് ഇവ മൂന്നും ചെയ്യേണ്ടതാണ്. കാരണം ഒരു വ്യക്തിയെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് യജ്ഞവും ദാനവും തപസ്സുമെല്ലാം മഹർഷിമാരും മുനിമാരും പ്രജാപതിയായിട്ടുള്ള ബ്രഹ്മാവുമെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം പവിത്രീകരിക്കാൻ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഈ കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ശുദ്ധീകരിക്കുകയുള്ളൂ. വേറെ മാർഗമൊന്നുമില്ല. മന്ത്രം കൊണ്ട് നമ്മുടെ ശുദ്ധീകരിക്കും മനസ്സ്. അല്ലാതെ ടോണിക് എടുത്ത് കുടിച്ചു, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഡെറ്റോൾ എടുത്ത് ഒഴിച്ച് കഴിച്ചു, സർഫിട്ട് കലക്കി കുടിച്ചു, വിമ്മിട്ട് കലക്കി കുടിച്ചു, വല്ലതും സംഭവിക്കൂ? ഇല്ല. മനസ്സിനെ ശുദ്ധമാക്കാനായിട്ട് ഇന്ദ്രിയ ശുദ്ധി വേണം. ഇന്ദ്രിയ ശുദ്ധിക്ക് വേണ്ടിയിട്ട് യജ്ഞവും ദാനവും തപസ്സുമെല്ലാം നല്ല പോലെ അനുഷ്ഠിക്കണം അർജുന. ഇനി അവ എങ്ങനെ ചെയ്യേണ്ടത്? ഏതാനബിതു കർമാണി സംഘം തെക്വാ ഫലാനി ച കർത്തവ്യ നിശ്ചിതം മതമുത്തമം. അല്ലയോ പാർത്ഥ, പ്രദയുടെ പുത്ര, കുന്തിപുത്ര, അമ്മയുടെ ഓർമ്മ വന്നു ഭഗവാന്. എന്താ കാരണം? കാരണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങളും ദാനങ്ങളും തപസ്സുകളും എല്ലാം ചെയ്യുന്ന സമയത്ത് സംഘം ഉപേക്ഷിക്കണം, ഫലേച്ഛ ഉപേക്ഷിക്കണം, കർമ്മഫലാസക്തി ഉപേക്ഷിക്കണം. ചെയ്തോളൂ, പക്ഷെ എന്താണ്?
അതിൽ നിന്ന് ഇന്നത് കിട്ടണം, ഞാൻ ചെയ്യുന്നു, ഞാൻ പൈസ കൊടുത്ത് ചെയ്യുന്നു, ഇതിന്റെ കർത്തൃത്വ അഭിമാനി ഞാനാണ്, ഭോക്തൃത്വ അഭിമാനി ഞാനാണ്, ഇതിന്റെ ഗുണം എനിക്ക് കിട്ടണം, മറ്റുള്ളവർക്ക് കിട്ടാൻ പാടില്ല, എനിക്ക് മാത്രമേ കിട്ടാൻ പാടുള്ളൂ, എന്റെ മക്കൾക്ക് കിട്ടണം. ഇങ്ങനെയുള്ള സ്വാർത്ഥ ചിന്തകളോ അല്ലെങ്കിൽ ദുരഭിമാനമോ ദുരാഗ്രഹമോ അത്യാഗ്രഹമോ ഒന്നും തന്നെ പാടില്ല. അതേസമയം ചെയ്യുകയും വേണം. അയ്യോ, ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കർമ്മഫലം വരില്ലേ, എനിക്കിപ്പോ ജന്മം എടുക്കേണ്ടി വരില്ലേ, അങ്ങനെ പേടിച്ചിട്ട് ചെയ്യാതിരിക്കാൻ പാടുണ്ടോ? ഇല്ല, ചെയ്യുക തന്നെ വേണം. കാരണം നമുക്ക് ശരീരം ലഭിച്ചിരിക്കുന്നു. ആ ശരീരം ഇവിടെ ഉപേക്ഷിക്കാനായിട്ട് ശരീരത്തിനെ പൂർത്തീകരിക്കണം, അതിനെ ശുദ്ധീകരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഉത്തമം നിശ്ചിതം, എന്റെ നിശ്ചിതമായിട്ടുള്ള അഭിപ്രായമാണ്. നോക്കൂ, ഇത് മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടുണ്ട്, മനീഷികൾ പറഞ്ഞിട്ടുണ്ട്, കവികൾ പറഞ്ഞിട്ടുണ്ട്. എന്റെയും അഭിപ്രായം ഇത് തന്നെയാണ് അർജുന. എന്താണ്? ഈ കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടത് തന്നെയാണ്. എന്നാലോ അതിന്റെ സംഘാസക്തി, സംഘവും അത് തൃഷ്ണയും ഉപേക്ഷിക്കണം, ഫലാസക്തിയും ഉപേക്ഷിക്കണം. പാർത്ഥ, നിന്റെ അമ്മ ഇപ്രകാരമാണ് ജീവിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, കുന്തി ദേവിയുടെ കഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യാതൊരു ഫലാസക്തിയില്ല, യാതൊരു അറ്റാച്ച്മെന്റ് ഇല്ല, അല്ലെ? രാജകുമാരിയാണ്, ചെറുപ്പത്തിലേ തന്നെ ആ കൊട്ടാരത്തിൽ നിന്ന് വന്ന് ഇവിടെ പാണ്ഡു മഹാരാജാവിന്റെ ഭാര്യയായിട്ട് ജീവിച്ചു. എന്നിട്ട് എന്തൊക്കെയാ സംഭവിച്ചത്? അവസാനം വരെ സുഖം എന്നുള്ള ഒരു കാര്യം ആ സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തില്? എന്നിട്ടും ഭഗവാൻ പാർത്ഥ പാർത്ഥ കൗന്ദേയ എപ്പോഴും അമ്മയുടെ പേര് ഉപയോഗിച്ചിട്ട്, അല്ലെ, ആ പ്രകീർത്തിക്കുന്നതായി. കാരണം മഹാഭക്തകളിൽ ഒരാളായിട്ടാണ് ഭഗവാൻ കുന്തി ദേവിയെ കണ്ടിരിക്കുന്നത്. ഇത്രയധികം പ്രശ്നങ്ങളും ഇത്രയധികം ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടായിട്ട്. അതുകൊണ്ട് ഈ ക്ലാസ് കേൾക്കുന്ന മഹിളാമണികള്, മാതാജിമാരുണ്ടെങ്കിൽ നിങ്ങൾ ആ കുന്തി ദേവി ആവാനായിട്ട് പരിശ്രമിക്കൂ, അല്ലെങ്കിൽ ഒരു ദ്രൗപദി ആവാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഉത്തരയെങ്കിലും ആവാനായിട്ട് നിങ്ങൾ ജീവിതം ഒഴിഞ്ഞു വെക്കുക. എന്നിട്ട് പറഞ്ഞു, അർജുന, ത്യാഗം 3 തരത്തിലുണ്ട്, നേരത്തെ പറഞ്ഞു ഭഗവാൻ. ഇനി അതിനെ വിശദീകരിക്കുകയാണ്. കഴിഞ്ഞ അധ്യായത്തില് ആ സത്വഗുണത്തിലുള്ളത്, രജോ ഗുണത്തിലുള്ളത്, തമോ ഗുണത്തിലുള്ളത്, അങ്ങനെയാ പറഞ്ഞത്. ഭഗവാൻ ഇവിടെ അടിയിൽ നിന്നാണ് പോകുന്നത്. തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം. ഭഗവാന്റെ ശൈലി അപ്രകാരമാണ്. നോക്കാം, ആവർത്തന വിരസത വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഭഗവാൻ ആദ്യം തമോ ഗുണികളായിട്ടുള്ള ആളുകളുടെ താമസത്യാഗത്തെ കുറിച്ച് പറയുന്നു. ചില ആളുകൾ ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കും. ഞാനത് കഴിക്കാറില്ല, ഞാനിത് കുടിക്കാറില്ല, ഞാൻ ഇന്ന സമയത്ത് ഇന്നത് ചെയ്യാറില്ല. അത് ശരിയായിട്ടുള്ള ത്യാഗമാണോ, നല്ല കാര്യത്തിനാണോ എന്നൊക്കെ നമുക്ക് ചിലപ്പോ ഒരു ചിന്ത വരും. എന്തിനാ അവരെങ്ങനെ ചെയ്യണത്, ചെയ്തിട്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിനുള്ള ഉത്തരമാണ് ഭഗവാൻ ഇവിടെ നൽകുന്നത്. ഭഗവാൻ പറയാ, നിയതസത്തു സന്യാസ കർമ്മണാനോപപദ്യതേ മോഹ തസ്യ പരിത്യാഗ താമസ പരികീർത്തിത. അർജുന, നമ്മുടെ നിത്യനൈമിത്തിക കർമ്മങ്ങളുണ്ടല്ലോ, കർത്തവ്യ കർമ്മങ്ങള് ചെയ്യണം എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ ഭർത്താവ്, നാം ഭാര്യയാണ്, മകളാണ്, നാത്തൂനാണ്, അമ്മായിമ്മയാണ്, അമ്മായിച്ചനാണ്, അല്ലെങ്കിൽ ഒരു നാമഘട്ട ലീഡറാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവാണ്, അല്ലെങ്കിൽ പിതാവാണ്, അല്ലെങ്കിൽ ഒരു സഹോദരനാണ്, അല്ലെങ്കിൽ ഒരു ഓഫീസിലെ ജോലിക്കാരനാണ്, അല്ലെങ്കിൽ ഒരു ടെമ്പിൾ പ്രസിഡന്റ് ആണ്, എന്തായിക്കോട്ടെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്തവ്യ കർമ്മങ്ങളുണ്ട്. ഈ കർത്തവ്യ കർമ്മങ്ങള് ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. കർത്തവ്യ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നത് ശരിയാണോ? അല്ല. മനസ്സിലായോ? ഏകാദശിയാണ്, അയ്യോ എനിക്ക് വയ്യ പ്രഭു, ഞാൻ ക്ലാസ്സിൽ കയറുന്നില്ലേ പ്രഭു, ഞാൻ ജപിക്കണില്ലേ, ഞാൻ ഇന്ന് സത്സംഗത്തിന് വരുന്നില്ലേ പ്രഭു, ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യാൻ വരില്ലേ പ്രഭു, എനിക്ക് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പല ആളുകളും ഒരു ന്യായം പറഞ്ഞിട്ട് ഇതൊക്കെ ഉപേക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ ഭഗവാൻ പറയുന്നത് കർത്തവ്യ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നത് ശരിയല്ല ഉണ്ണി. പിന്നെയോ, മൂഢത കൊണ്ട് അത് ത്യജിക്കുകയാണെങ്കിൽ, മൂഢന്മാര് അല്ലെ, കർത്തവ്യ കർമ്മം ഒന്നും ചെയ്യണ്ട, അത് ആരെങ്കിലും ചെയ്തോളും, പ്രഭു അത് വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്യും, അത് ഞാനിപ്പോ 2 ദിവസം പോയില്ലെങ്കിലും അവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇങ്ങനെ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി മറ്റുള്ളവരെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ച് പിതാവിന്റെ കർമ്മങ്ങളോ മാതാവിന്റെ കർമ്മങ്ങളോ സഹോദരിയുടെ കർമ്മങ്ങളോ അല്ലെങ്കിൽ പുത്രന്റെയോ പുത്രിയുടെയോ എന്തുമായിക്കോട്ടെ, ഇതെല്ലാം നാം അതില് ചെറിയൊരു വിട്ടുവീഴ്ച വരുത്തുകയാണെങ്കിൽ, മൂഢത കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ത്യാഗമെന്ന് പറയാൻ പറ്റില്ല. നല്ല പല്ലുവേദന, ആലോചിച്ചു, പല്ലെടുക്കണം, ഒരു ദിവസം ഒന്നും കഴിക്കാൻ പറ്റില്ല, അപ്പോഴാ ഏകാദശി വന്നത്. ഏകാദശി അന്നെടുക്കാം, അപ്പൊ രണ്ടും കൂടി നടക്കും അല്ലെ. ഈ പല്ലും എടുക്കും, എന്നിട്ട് ആ പേരും പറഞ്ഞിട്ട് എനിക്ക് ഒന്നും കഴിക്കാതിരിക്കാം. നോക്കൂ, മൂഢത്യാഗം താമസത്യാഗമാണ് അല്ലെ. കാരണം നിങ്ങൾ വേറെ ദിവസം എടുത്തോളൂ,
എന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നോളൂ. ഇന്നത്തെ ദിവസം തന്നെ കഴിക്കണമെന്നില്ല, വേദനയും സഹിച്ച് അല്ലെ. അന്ന് ഭഗവത്ഗീതയും വായിക്കില്ല, ജപിക്കൂല, നിങ്ങൾ ഭഗവാന്റെ പ്രസാദം കഴിക്കൂല, ഒന്നുമില്ല. ഇങ്ങനെ മൂഢത കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും കാണാൻ സാധിക്കും, നമ്മൾ വെറുതെ ഒരു ശരീരത്തിനെ പീഡിപ്പിക്കാനായിട്ട് ഞാൻ ഇന്നത് കഴിക്കില്ല, ഇന്നത് ദിവസം അങ്ങനെ ചെയ്യില്ല, എങ്ങനെ ചെയ്യില്ല, പ്രദോഷം, സോമവാര വ്രതം അല്ലെ, അമാവാസി, പൗർണമി, അങ്ങനെ അങ്ങനെ പല പല രീതിയിൽ ആളുകൾ ശരീരത്തിനെ പീഡിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അർജുന, ഇങ്ങനെയുള്ള മൂഢത കൊണ്ടെടുക്കുന്ന ത്യാഗമുണ്ടല്ലോ, ഉപേക്ഷിക്കുന്നത്, നിത്യനൈമിത്തിക കർമ്മങ്ങളെയും കർത്തവ്യ കർമ്മങ്ങളെയും എല്ലാം ഒരാൾ ഇപ്രകാരം മൂഢത കൊണ്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് താമസത്യാഗമാണ്. അങ്ങനെയാണെങ്കിൽ രാജസത്യാഗം എന്തായിരിക്കും? ഭഗവാൻ പറയാ, ദുഃഖമിത്യേവ യത് കർമ്മ കായക്ലേശഭയാത്യജേ സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ത്യജേത്. ആരാണോ അർജുന കർമ്മം ചെയ്യുക എന്നത് ദുഃഖകരം, ഓ കർമ്മം, ഷോ എനിക്കിന്ന് ജോലിക്ക് പോണം, ഇന്ന് നല്ല പണിയാണ്, എനിക്ക് ആകെ ക്ഷീണം ഉണ്ടാവും അല്ലെ, ഇന്ന് സത്സംഗത്തിൽ കുറെ ജോലിയുണ്ട്, നേരത്തെ പോകേണ്ട ആവശ്യമില്ല, നേരത്തെ പോയി കഴിഞ്ഞാൽ ബെഞ്ചും ഡെസ്ക് ഇടണം, ക്ലീൻ ചെയ്യണം, കുറെ പണികളുണ്ട് അവിടെ, ഇന്ന് ഗോവർദ്ധന പൂജയാണ്, തുളസി കല്യാണമാണ്, അല്ലെങ്കിൽ ഇന്ന് വാർഷികമാണ്, നേരത്തെ പോയി കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും എന്ന് വിചാരിച്ച് നിങ്ങൾ പതുക്കെ നേരം വൈകി എല്ലാം തുടങ്ങിയതിനു ശേഷം പോകുകയാണെങ്കിൽ അത് രാജസത്യാഗമാണ്. കാരണം നിങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്, ഭഗവാനും നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെയും അവിടുത്തെ ആ സീനിയർ ഡിവോട്ടീസിന്റെയും എല്ലാം സ്വപ്നങ്ങൾ നിങ്ങൾ തല്ലിയുടച്ചു. അതുകൊണ്ട് അത് രാജസത്യാഗമാണ്. ശരീരക്ലേശം ഭയന്നിട്ട് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ട് അല്ലെ കർമ്മം വേണ്ടെന്ന് വെക്കുന്നത്, ഈ നിത്യനൈമിത്തിക കർമ്മങ്ങളെല്ലാം വേണ്ടെന്ന് വെക്കുന്നത് രാജസത്യാഗമാണ്. അവന് ആ ത്യാഗം ഉപേക്ഷിച്ചത് കൊണ്ട്, നേരത്തെ ആ തമോ ഗുണിയ കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവന് ആ ത്യാഗഫലം കിട്ടുമോ? ഇല്ല. ശരിക്കും ത്യാഗത്തിന് കർമ്മഫലം കിട്ടേണ്ടതാണ്. ത്യാഗഫലത്തിന്, ആ സന്യാസത്തിന് അല്ലെങ്കിൽ ആ വിരക്തിക്ക് നമുക്ക് പ്രയോജനം വേണം. ഞാൻ ഉപേക്ഷിച്ചു, പ്രയോജനം വേണം. പക്ഷെ മൂഢത കൊണ്ട് ആ കർമ്മം ഉപേക്ഷിച്ചത് കൊണ്ട് അവനൊരു ചുക്കും കിട്ടാൻ പോണില്ല, അവന് ഒരു മാർക്ക് പോലും കിട്ടില്ല. അതുപോലെ തന്നെ ശരീരക്ലേശം ഭയന്നിട്ട് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടി കൊണ്ട് അത് ഉപേക്ഷിച്ചിട്ട് അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടും അവന് ഈ ത്യാഗത്തിന്റെ പ്രയോജനം ലഭിക്കുന്നില്ല. കാരണം എന്താണ്? അവൻ ശരിയായിട്ടുള്ള രീതിയിലല്ല അത് ഉപേക്ഷിച്ചത്, അവൻ വേണമെന്ന് വിചാരിച്ചിട്ടാണ് അത് ഉപേക്ഷിച്ചത്. മനസ്സിലായോ? അതുകൊണ്ട് ആ വിരക്തിയുടെ, ആ വൈരാഗ്യത്തിന്റെ, ആ ത്യാഗത്തിന്റെ ഫലം അവന് ലഭിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ സാത്വികമായിട്ടുള്ള ത്യാഗം എന്താണ്? എപ്രകാരമാണ് നമ്മൾ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടത്, ചില വസ്തുക്കളെ ഉപേക്ഷിക്കേണ്ടത് ഭഗവാൻ വിശദീകരിക്കുന്നു. കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയതേർജുന സംഗം തെക്വാ ഫലം ചൈവ സ്യാത്യാഗസാത്വികോ മതഃ. അർജുന, ഇതെന്റെ കർത്തവ്യമാണ്, ഇത് ഞാൻ ചെയ്യേണ്ടതാണ്, ഇത് എന്നാൽ ആചരിക്കപ്പെടേണ്ടതാണ്, ഇത് എനിക്ക് വേണ്ടി വെച്ചതാണ്, ഭഗവാൻ തന്നെ തന്നതാണ് എന്ന് വിചാരിച്ച് അർപ്പണ മനോഭാവത്തോട് കൂടിയിട്ട് ഇതെന്റെ ഉത്തരവാദിത്തമാണ്, കർമ്മമാണ്, ഇതെന്റെ കർത്തവ്യ കർമ്മമാണെന്നുള്ള ബോധത്തോട് കൂടിയിട്ട് ആ ഫലാസക്തി വെടിഞ്ഞുകൊണ്ട്, ആ സംഘം വെടിഞ്ഞുകൊണ്ട്, ആ തൃഷ്ണ വെടിഞ്ഞുകൊണ്ട്, ദുരാഗ്രഹവും അത്യാഗ്രഹവും വെടിഞ്ഞുകൊണ്ട്, അതിലുള്ള കർമ്മഫലാസക്തി വെടിഞ്ഞുകൊണ്ട് ചെയ്യുന്ന നമ്മുടെ വിഹിത കർമ്മമുണ്ടല്ലോ, നിത്യനൈമിത്തിക കർമ്മമുണ്ടല്ലോ, അങ്ങനെ ആ കർമ്മം ഉപേക്ഷിക്കുന്നവന്റെ ത്യാഗം സാത്വികമാണ്. മനസ്സിലായോ? നോക്കൂ, കർമ്മം ചെയ്താലും അവൻ കർമ്മം ഉപേക്ഷിക്കുകയോ കർമ്മം ചെയ്യുകയോ ചെയ്താലും അവന്റെ ത്യാഗം അവൻ ചെയ്തിരിക്കണം. മനസ്സിലായില്ലേ? ഇവിടെ ചെയ്താലാണ് ത്യാഗം വന്നു ചേരുന്നത്. ആളുകൾ വിചാരിക്കുന്നത് ഉപേക്ഷിച്ചാലാണ് ത്യാഗം. അല്ല. നോക്കൂ, ഭഗവാനെ തന്നെ നോക്കൂ. അവിടെ സർവലോക മഹേശ്വരനാണ്, ദ്വാരകയുടെ അധീപനാണ്, രാജാതിരാജനാണ്, ചക്രവർത്തിയാണ്. എന്നിട്ടും കേവലം ഒരു ജീവാത്മാവിന്റെ സാരഥിയായിട്ട് വന്നിരിക്കുന്നു, ജോലി ചെയ്യുന്നു ഇവിടെ. എന്നിട്ടും പരിത്യാഗി എന്നുള്ള പേര് ലഭിച്ചിരിക്കുന്നു. നോക്കൂ. അപ്പൊ അതുപോലെ നമ്മൾ ഇതിന്റെ വിഹിത കർമ്മമാണ്, ഇതെനിക്ക് ചെയ്യേണ്ടതാണെന്ന് വിചാരിച്ച് കർമ്മം ചെയ്യുക തന്നെ വേണം. ചെയ്യുന്നതാണ് ത്യാഗത്തിന്റെ ലക്ഷണം, ചെയ്യാതിരിക്കലല്ല. അതുകൊണ്ടാണ് പല ആശയക്കുഴപ്പങ്ങളും നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുകൾ, കവികൾക്കും മനീഷികൾക്കും തത്വചിന്തകന്മാർക്കും എല്ലാം വന്നത്. ഭഗവാൻ പറയുന്നത് ഒന്നും ഉപേക്ഷിക്കാൻ പാടില്ല, ചെയ്യണം. എന്നാലോ കർമ്മഫലാസക്തി പാടില്ല, സംഘം പാടില്ല, അതിനോടുള്ള ഒട്ടിച്ചേരൽ പാടില്ല. ചെയ്തു കഴിഞ്ഞു.
ഈ നല്ലതോ ചീത്തയോ എന്ത് വേണമെങ്കിലും അതൊക്കെ അങ്ങയുടെ ഇച്ഛ അനുസരിച്ച് തന്നോളൂ, തന്നില്ലെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം എന്താണ്, ഒരു കുട്ടിയെ കുളിപ്പിക്കേണ്ടത്, അതിന് ആഹാരം കൊടുക്കേണ്ടത്, അതിനെ ഉറക്കേണ്ടത്, അല്ലെ, ഒരു വയസ്സായിട്ടുള്ള കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ട കർത്തവ്യകർമ്മം ആരുടേതാണ്? അമ്മയുടേതാണ്. അമ്മ അത് ചെയ്തിരിക്കണം. വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടോ അമ്മ? അല്ലെ, കുട്ടിയെ കുളിപ്പിക്കുന്നു, അല്ലെ, വസ്ത്രധാരണം ചെയ്യുന്നു, മലമൂത്ര വിസർജനം ചെയ്യാൻ സഹായിക്കുന്നു, ആ കുട്ടിയെ ഉറക്കുന്നു, കൊഞ്ചിക്കുന്നു, ലാളിക്കുന്നു. അമ്മ വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ട് ആ കുട്ടിയിൽ നിന്ന്? ഇല്ല. അതുപോലെ ഇവിടെ എല്ലാ കർമ്മങ്ങളും ചെയ്യണം. അതേസമയം തന്നെ ആ സംഘവും ഒട്ടിച്ചേരലും അതിനോടുള്ള ആഗ്രഹവും കർമ്മഫലാസക്തിയും എല്ലാം വെടിയണം അർജുന. നദ്വേഷ്ട കുശലം കർമ്മ കുശലേനാനുഷജ്ജതേ ത്യാഗി സത്വസമാവിഷ്ട മേധാവിച്ഛിന്ന സംശയ. ഇപ്രകാരം സത്വഗുണ സമ്പന്നനാണ് ഇദ്ദേഹം. അതുകൊണ്ട് സത്വഗുണത്തിലുള്ള കർമ്മങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ. മേധാവിയാണ്, എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായിട്ട് നല്ല അച്ചടക്കത്തോടും ആചരണത്തോടും അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുന്നു. സംശയരഹിതനാണ് അദ്ദേഹം. ഇങ്ങനെയുള്ള ത്യാഗി അസുഖകർമ്മങ്ങളെ വെറുക്കുന്നില്ല, സുഖകർമ്മങ്ങളിലോ ആസക്തനായിട്ട് പോകുന്നില്ല. നേരത്തെ ഒരു ഭയം ഉണ്ടായിരുന്നു, അല്ലെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ശരീരക്ലേശം വരും, എനിക്ക് കർമ്മഫലം വരും എന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾ കർമ്മത്തെ ഒഴിവാക്കും. എന്നാലോ ഈ എല്ലാം അറിയുന്ന, ഈ കർമ്മത്യാഗത്തെ കുറിച്ച് അറിയുന്ന, സന്യാസത്തെ കുറിച്ച് അറിയുന്ന നമ്മുടെ സത്വഗുണത്തിലുള്ള ആളുണ്ടല്ലോ, പരിശുദ്ധ ഭക്തൻ, യോഗചിത്തൻ, അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ, സന്യാസി, ഇദ്ദേഹത്തിന് കർമ്മങ്ങളിൽ യാതൊരു വ്യത്യാസമില്ല. ഇതിൽ നിന്ന് സുഖം കിട്ടുമെന്നോ ഇതിൽ നിന്ന് ദുഃഖം കിട്ടുമെന്നോ ഉള്ള ഒരു തോന്നല് അദ്ദേഹത്തിനില്ല. അതേസമയം എനിക്ക് ശരീരമുണ്ട്, എനിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് വിചാരിച്ച് അദ്ദേഹം കർമ്മങ്ങളെയെല്ലാം നല്ല പോലെ ആചരിച്ചനുഷ്ഠിക്കുന്നു. നഹി ദേഹഭൃതാ ശക്യം തെക്തും കർമാണ്യശേഷതഃ യസ്തു കർമ്മഫലത്യാഗി സാത്യാഗിത്യഭിധീയതേ. ദേഹാഭിമാനിയായിട്ടുള്ള ജീവന് മുഴുവൻ കർമ്മങ്ങളെയും ത്യജിക്കാൻ സാധ്യമല്ല. നമുക്ക് കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. എങ്ങനെയെങ്കിലും വന്നു ചേരും. അല്ല, ഈ കൈ കൊണ്ട് കാലുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമാണോ കർമ്മങ്ങള്? അല്ല. നിങ്ങൾ ചിന്തിക്കുന്നതും കർമ്മമാണ്, നിങ്ങൾ സ്വപ്നം കാണുന്നതും കർമ്മമാണ്, അല്ലെ, നിങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്നത്, വാസനിക്കുന്നത് എല്ലാം കർമ്മമാണ്. കൈ കൊണ്ടും കാലുകൊണ്ടും ചെയ്യുന്നത് മാത്രമല്ല കർമ്മം, സകല ഇന്ദ്രിയങ്ങളെയും 11 ഇന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യുന്നതും കർമ്മമാണ്. ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ചിന്തകളെ കൊണ്ട് എല്ലാം കർമ്മമാണ്. 2 കൂട്ടുകാരുണ്ടായിരുന്നു. അവര് നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ എങ്ങനെയോ ഒരാൾ ദുരാചാരിയായിട്ട് മാറി, ഒരാൾ സദാചാരിയായിട്ട് മാറി, കാലത്തിന്റെ കുത്തൊഴുക്കില്. അങ്ങനെ ഒരാൾ മദ്യപാനിയും അതുപോലെ തന്നെ സ്ത്രീ വിഷയങ്ങളിൽ കുറച്ച് താല്പര്യമൊക്കെ കാണിച്ചു തുടങ്ങി. മറ്റാളാണെങ്കിലോ അദ്ദേഹത്തിന് ഒരു ക്ഷേത്രത്തില് ഒരു ജോലിയൊക്കെ കിട്ടി, പൂജാരിയായി, ദേവസ്വം ബോർഡിന്റെ നല്ല ജോലിയൊക്കെ കിട്ടി. ഇവര് ഇടയ്ക്കിടയ്ക്ക് കാണും, സംസാരിക്കും, ഇതൊക്കെ ഉണ്ട്. പൂജ കഴിഞ്ഞ് വരുമ്പോൾ മറ്റവൻ 2 അടിച്ച ജവാനൊക്കെ അടിച്ചിട്ട് വരും. ആൽത്തറയിലിരുന്ന് കുറച്ചു നേരം സംസാരിക്കും. എന്നിട്ട് രണ്ടുപേരും വീട്ടിലേക്ക് പോവും. അപ്പൊ പറയുന്നത്, ജോലിക്ക് പരിശ്രമിക്കുക, നല്ല ജോലി കിട്ടും, പക്ഷെ എന്റെ കർമ്മഫലം ശരിയല്ല, എന്റെ മാതാപിതാക്കൾ ശരിയല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറയും. അങ്ങനെ ഇവനാണെന്ന് വെച്ചാലോ അന്ന് കഴിച്ചിട്ടുള്ള മദ്യത്തെക്കുറിച്ചും ആഹാരത്തെക്കുറിച്ചും മറ്റുള്ള ഏത് സ്ത്രീയാണ് പ്രാപിച്ചത് അതിന്റെ അംഗലാവണ്യത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചിട്ടും എല്ലാം മറ്റാളോട് പറയും. പൂജാരിയാണെങ്കിലോ അന്ന് നിവേദിച്ച കാര്യങ്ങളെ കുറിച്ചും അന്ന് ഭഗവാനെ അലങ്കാരം ചെയ്തപ്പോ ഭഗവാന്റെ മുഖത്തുണ്ടായ സന്തോഷത്തെ കുറിച്ചിട്ടെല്ലാം പറയും. ഇങ്ങനെയായി ഒരു ദിവസം ഈ മദ്യപാനിയായിട്ടുള്ള അല്ലെങ്കിൽ മറ്റേ ദുരാചാരിയായിട്ടുള്ള ആളിന് മദ്യപിക്കാനോ അല്ലെങ്കിൽ കഴിഞ്ഞാൽ മറ്റുള്ളതിനൊന്നും പൈസ കിട്ടിയില്ല അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക്. അദ്ദേഹം വീട്ടിലിരുന്ന് തന്നെ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി, എന്റെ സുഹൃത്ത് എത്ര ഭാഗ്യവാനാണ്, ഭഗവാനെ ദിവസവും കുളിപ്പിക്കാനും അലങ്കാരം ചെയ്യാനും അതൊക്കെ ഇങ്ങനെ ചെയ്തോളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിന്തിച്ചിരുന്നു. മറ്റേ വ്യക്തി അവിടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത്, എന്റെ സുഹൃത്ത് ഇപ്പൊ മദ്യപിക്കുകയായിരിക്കും, ആ സുന്ദരികളായിട്ടുള്ള കമനീയമായിട്ടുള്ള ആ സുന്ദരിമാരുടെ മാറിൽ ഇങ്ങനെ കിടക്കുകയായിരിക്കും, അവന്റെ ഭാഗ്യം എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ അന്ന് ഒരു ഭൂകമ്പം ഉണ്ടായി, 2 പേരും മരണപ്പെട്ടു. 2 പേരും വ്യത്യസ്ത ദിശകളിലേക്കാണ് പോയത്. കാരണം യം വാവിസ്മരൻ ഭാവം ത്യജത്തന്റെ കളയവരം. ആ മരണ സമയത്ത് എന്താണോ ചിന്തിച്ചിരുന്നത് അതിനനുസരിച്ച് അവര് അതാത് ലോകങ്ങളിൽ എത്തിച്ചേർന്നു, അതാത് ജന്മം എടുക്കേണ്ടി വന്നു. മദ്യപാനി ദുരാചാരി ഇങ്ങനെയായെങ്കിലും അവസാനം ഭഗവാനെ ശരണം പ്രാപിച്ചത് കൊണ്ട്, നല്ല നല്ല ചിന്തകൾ വന്നത് കൊണ്ട് എവിടേക്ക് എത്തിച്ചേർന്നു? സ്വർഗലോകങ്ങളിലേക്കും. മറ്റാള് ചീത്ത ചിന്തിച്ചത് കൊണ്ട് നരകലോകങ്ങളിലേക്കും എത്തിച്ചേർന്നു. പൂർണ്ണമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, പക്ഷെ ഇതൊരു ഒരു കഥയാണ്. സുഭാഷിതത്തിൽ നമ്മള്
നമ്മുടെ ശരീരം ലഭിച്ചിരിക്കുന്നു, നമ്മൾ കർമ്മം ചെയ്തേ മതിയാവും. മാത്രമല്ല നമ്മുടെ മനസ്സും ബുദ്ധിയും എല്ലാം അതിൽ വ്യാപൃതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഒരു താരതമ്യം പഠനം ചെയ്യാതെ, അവന് നല്ല ജോലി കൊടുത്തു, എനിക്ക് ചീത്ത ജോലി തന്നു, ഇങ്ങനെയെല്ലാം പറയാതെ നമ്മള് നല്ല രീതിയിൽ ആദേഹാഭിമാനിയായിട്ടുള്ള ബദ്ധാത്മാവായിട്ട്, അല്ലെ, ശരിക്കും നമ്മൾ മുക്താത്മാവാണ്, സത്താണ്, ചിത്താണ്, ആനന്ദ സ്വരൂപിയാണ്, ഭഗവാന്റെ വിഭിന്നാംശമാണ്. എന്നിരുന്നാലും നമ്മുടെ മുൻജന്മ കർമ്മഫലം അനുസരിച്ചിട്ട് ഈ ഒരു വീട്ടിൽ ജനിക്കാൻ വന്നു, ഇദ്ദേഹത്തിന്റെ ഭാര്യയായി അല്ലെങ്കിൽ അവളുടെ ഭർത്താവായി, കുട്ടികളുടെ അച്ഛനോ അമ്മയോ ആയി തീർന്നു, ഇന്ന ദേശത്ത് ജനിച്ചു. അപ്പൊ നമ്മൾ ചെയ്തേ മതിയാവൂ. എന്നിട്ട് അടുത്ത ജന്മത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് ഒരു കർമ്മവും ത്യജിക്കാനായിട്ട് സാധ്യമല്ല, കർമ്മം ചെയ്യുക തന്നെ വേണം. എന്നാൽ ആരാണോ കർമ്മഫലാകാംക്ഷയെ ത്യജിക്കുന്നത്, കർമ്മഫലാസക്തിയെ ത്യജിക്കുന്നത്, അയാൾ മാത്രമേ ത്യാഗി, സന്യാസി എന്ന പേരിന് അർഹനായുള്ളൂ. അല്ലാണ്ട് കർമ്മം ഉപേക്ഷിക്കുന്നവനല്ല ത്യാഗി, കർമ്മം ഉപേക്ഷിക്കുന്നവനല്ല സന്യാസി, മറിച്ച് കർമ്മഫലങ്ങളെ ത്യജിക്കുന്നവനാണ്, കർമ്മഫലാസക്തി ത്യജിക്കുന്നവനാണ്. കർമ്മഫലങ്ങളിലുള്ള ഒട്ടിച്ചേരൽ ആരാണ് ഉപേക്ഷിക്കുന്നത്, അവനാണ് ത്യാഗി എന്ന് പറഞ്ഞ് ഭഗവാൻ ആ ത്യാഗത്തിന്റെ നിർവചനം നൽകുന്നു. അല്ല പ്രഭു, ഈ ത്യാഗമെല്ലാം ചെയ്ത്, ഈ പരിത്യാഗം അല്ലെങ്കിൽ ഈ സന്യാസം അല്ലെങ്കിൽ വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം ഇതെല്ലാം ചെയ്തിട്ട് വല്ല പ്രയോജനമുണ്ടോ? അല്ലെ, ജീവിതം കുറച്ചല്ലേ ഉള്ളൂ, അടിച്ചു പൊളിച്ച് ജീവിക്കല്ല നല്ലത്. എല്ലാവരും പറയുന്നു ഈ മനുഷ്യജന്മമാണ് അവസാനത്തെ, ഈ മനുഷ്യജന്മത്തോട് കൂടിയിട്ട് നമ്മുടെ ജന്മം എല്ലാം കഴിയും, അങ്ങനെയാണല്ലോ പറയുന്നത്. അതിൽ വല്ല സത്യമുണ്ടോ? നമ്മൾ നല്ല രീതിയിൽ ജീവിക്കല്ലേ നല്ലത്, സുഖമായിട്ട് ഉള്ളത് കൊണ്ട് തൃപ്തനായിട്ട്. എന്തിനാ നമ്മൾ ഈ ഉപവാസവും അതുപോലെ തന്നെ ഈ ബ്രാഹ്മ മുഹൂർത്തത്തിലെ എനിക്കലും ഈ 2 മണിക്കൂർ ഈ മൊബൈലിന്റെ മുന്നിലിരിക്കലും ഈ പുസ്തകം വായിക്കലും ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? നല്ല ഭക്ഷണം കഴിച്ചോടെ, വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചോടെ, എന്തിനാ ഈ പച്ചക്കറി മാത്രം തിന്ന് നമ്മൾ ജീവിക്കുന്നത്? ത്യാഗം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഭഗവാൻ അതിന് ഉത്തരം നൽകുന്നു. എല്ലാവരും പഠിച്ചു വെക്കണേ. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഭവത്യാ ത്യാഗിനാം പ്രേത്യ നദു സന്യാസ്വിനാം ക്വചിത്. അർജുന, അങ്ങനെ ത്യാഗമെല്ലാം അനുഷ്ഠിക്കുമ്പോ അത് സുഖം, ദുഃഖം, സുഖദുഃഖ സമ്മിശ്രം, ഇങ്ങനെ കർമ്മത്തിന് 3 തരത്തില് കർമ്മഫലങ്ങളുണ്ട്, ശരിയല്ലേ? എന്ത് കർമ്മം ചെയ്താലും അതിൽ നിന്ന് ചിലപ്പോ ഇഷ്ടമായത്, സുഖമായത്, നിങ്ങൾക്ക് ശാന്തി സമാധാനം ലഭിക്കും. അപ്പൊ അതിനെന്ത് നമ്മൾ പറയുന്നു? സുഖം എന്ന് പറയുന്നു. ചിലർക്ക് എന്താണ്? ഇഷ്ടമില്ലാത്തത് വന്നു ചേരും, ദുഃഖകരമായിട്ടുള്ള അവസ്ഥ വന്നു ചേരും, താല്പര്യമില്ലാത്തത് വന്നു ചേരും. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ദുഃഖം എന്ന് പറയുന്നു. ചിലർക്കാണെങ്കിലോ സുഖ ദുഃഖം ഒരുമിച്ചായിരിക്കും, കുറച്ചു നേരം സുഖം, കുറച്ചു നേരം ദുഃഖം, കുറച്ചു നേരം സുഖം, കുറച്ചു നേരം ദുഃഖം, ഇങ്ങനെയും കാണാൻ സാധിക്കും. ഇതെല്ലാം ത്യാഗികളല്ലാത്തവർക്കാണ് സംഭവിക്കുന്നത്. ഈ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് പോകുന്നതും നികൃഷ്ട ലോകങ്ങളിലേക്ക് പോകുന്നതും വീണ്ടും ഭൂമിയിലേക്ക് വരുന്നതും, അല്ലെ, സുഖം ലഭിക്കുന്നവര് എവിടേക്ക് പോകുന്നു? സ്വർഗാദി ലോകങ്ങളിലേക്ക്, ബ്രഹ്മലോകങ്ങളിലേക്ക് പോകുന്നു. ഇനി ദുഃഖം ലഭിക്കുന്നവർ എവിടേക്ക് പോകുന്നു? അധമലോകങ്ങളിലേക്ക്, അതല വിതല സുതല തലാതല പാതാള നരകലോകങ്ങളിലേക്ക് പോകുന്നു. ഇനി സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള കർമ്മഫലം കിട്ടുന്നവരെവിടേക്ക് വരുന്നു? ഭൂമിയിൽ വീണ്ടും വന്ന് ജനിക്കുന്നു. ഇതെല്ലാം സാധാരണക്കാർക്കാണ് ഉണ്ടാകുന്നത് അർജുന, ത്യാഗികൾക്കുണ്ടാകാറില്ല. അതാണ് ത്യാഗത്തിന്റെ മഹത്വം. മനസ്സിലായ? നമ്മൾ ഈ ഭക്ഷണത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, അരിയാഹാരത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, ധാന്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ത്യാഗം അനുഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഏകാദശി ദിവസമാണെന്ന്, അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളത് ഉപേക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾക്കിനി ഒരു ജന്മം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. ഉപവാസം, ഭഗവാന്റെ ഉഭേ സമീപത്ത് വാസം, വസിക്കുവാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിൽ താമസിക്കാൻ വേണ്ടിയിട്ട്. അതാണ് അത്. ത്യാഗികളല്ലാത്തവർക്കാണെങ്കിലോ അവർക്ക് അടുത്ത ജന്മം എടുക്കേണ്ടി വരും. എന്നാൽ സന്യാസികൾക്ക് ഇതൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല, അല്ലെ. അവര് പൂർണ്ണമായിട്ടും വിരക്തി ബാധിച്ചവരാണ്. അവർക്ക് കർമ്മം വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട, ഇത്രയേ ഉള്ളൂ. കാരണം എന്നിരുന്നാലും അവരെല്ലാം കർമ്മങ്ങൾ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ലോകത്തിന്റെ നല്ലതിനു വേണ്ടിയിട്ട്, സജ്ജനങ്ങളുടെ നല്ലതിനു വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ അവർക്ക് കർമ്മഫലാസക്തി ഉണ്ടോ? ഇല്ല. സംഘമുണ്ടോ? ഒട്ടിച്ചേരലുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് പാപമോ പുണ്യമോ വന്നു ചേരോ? ഇല്ല. അവരുടെ അവസാന ജന്മമായിരിക്കും. എന്നാൽ ത്യാഗികളല്ലാത്ത ആളുകൾക്ക് വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. ത്യാഗികളാണെങ്കിലോ അവർക്കും ജന്മമില്ല. അതുകൊണ്ട് നല്ല പോലെ സാത്വികമായിട്ടുള്ള ത്യാഗത്തോട് കൂടിയിട്ട് ജീവിക്കൂ. ഇനി ഈ ത്യാഗം എല്ലാം ചെയ്യണു, പക്ഷെ എങ്ങനെയാ?
അതിന്റെ കർമ്മഫലം എങ്ങനെയുണ്ടാവുക? ഈ ഒരു ആള് കർമ്മം ചെയ്ത് അതിന്റെ പൂർത്തീകരണം വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കർമ്മം എന്നൊക്കെ പറയുമ്പോൾ ലളിതമായിട്ടാന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ കർമ്മത്തിന് 5 ഘടകങ്ങൾ അത്യാവശ്യം വേണം. എന്നാൽ ആ കർമ്മം പൂർത്തീകരിക്കുള്ളൂ, അല്ലെ? ഒരു സാമ്പാർ വെക്കണമെങ്കിൽ സാമ്പാറിന് കഷ്ണങ്ങൾ വേണം, പരിപ്പ് വേണം, അല്ലെ? സാമ്പാർ പൊടി വേണം, നാളികേരം വേണം. അതുപോലെ ഇവിടെ നമ്മുടെ ജീവിതത്തിലെ കർമ്മം പൂർത്തീകരിക്കണമെങ്കിൽ 5 ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. ഇതുവരെ നമുക്ക് അറിയണ്ടായിരുന്നില്ല. നോക്കൂ, 5 ഘടകങ്ങൾ വേണം നമ്മുടെ ഒരു കർമ്മം ചെയ്യാനായിട്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എന്നാൽ ഇനി ശ്രദ്ധിച്ചോളൂ. ഏതൊക്കെയാണ്? പഞ്ചൈതാനി മഹാഭാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തെ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. അർജുന, എല്ലാ കർമ്മങ്ങളുടെയും വിജയകരമായിട്ടുള്ള നിർവഹണത്തിന് കർമ്മപരാസക്തിയെ കുറിച്ച് പരാമർശിക്കുന്ന ആധ്യാത്മിക ഗ്രന്ഥങ്ങളില് 5 വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്റെ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. സാഖ്യാശാസ്ത്രത്തിലും യോഗശാസ്ത്രത്തിലും ആ ബ്രഹ്മവിദ്യാശാസ്ത്രത്തിലും എല്ലാം 5 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ 5 കാരണങ്ങളെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഏതൊക്കെയാണ്? അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. അധിഷ്ഠാനം, ഒരു ശരീരം ഉണ്ടായിരിക്കണം, അല്ലെ? കർമ്മം ചെയ്യാനായിട്ട് ഒരു ശരീരം വേണ്ടേ? ആണോ പെണ്ണോ അല്ലെങ്കിൽ വൃക്ഷമോ അല്ലെങ്കിൽ പക്ഷിയോ മൃഗങ്ങളോ എന്തെങ്കിലും ഒരു ശരീരം ഉണ്ടായിരിക്കണം. ഇവിടെ മനുഷ്യനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു മനുഷ്യ ശരീരം ഉണ്ടായിരിക്കണം. പിന്നെ കർത്ത, ജീവാത്മാവ് ഉണ്ടായിരിക്കണം, അല്ലെ? ജഡശരീരത്തിന് പറ്റുമോ? ഇല്ല. അതിലൊരു ജീവൻ ഉണ്ടായിരിക്കണം, കർത്താവ് ഉണ്ടായിരിക്കണം. വിവിധ ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം, നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കണം. വിവിധ ചേഷ്ടകൾ ഉണ്ടായിരിക്കണം, ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കണം, കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കണം, അതിൽ ജീവൻ ഉണ്ടായിരിക്കണം, ശരീരം ഉണ്ടായിരിക്കണം. പിന്നെയോ 5-മതായിട്ട് അധിഷ്ഠാന ദേവതകളും ഉണ്ടായിരിക്കണം, ദൈവവും ഈശ്വരനും ഉണ്ടായിരിക്കണം. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലില്ലേ, അല്ലെ? നമ്മുടെ ശരീരം ആ പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു. അതിൽ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, പഞ്ചകർമ്മേന്ദ്രിയങ്ങളുണ്ട്, പിന്നെ അതിൽ ആരുണ്ട്? ജീവാത്മാവുമുണ്ട്, പരമാത്മാവുമുണ്ട്. ഇങ്ങനെ ഈ 5 ഘടകങ്ങളെ കൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് എങ്ങനെ ചെയ്യണത്? അത് ശരീര വാക്മനോഭിർയത് കർമ്മ പ്രാരഭതേ നരഹ ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവാ. ഇപ്രകാരം മനുഷ്യൻ ശരീരം കൊണ്ട്, വാക്കുകളെ കൊണ്ട്, മനസ്സുകൊണ്ടെല്ലാം നല്ലതോ ചീത്തയോ ആയിട്ടുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. ഇത് ആരാണ് ചെയ്യുന്നത്? ഈ 5 കാര്യങ്ങള്. ആരൊക്കെയാണ്? നമ്മുടെ ശരീരം, നമ്മുടെ കർത്താവ്, അല്ലെ? നമ്മുടെ ഇന്ദ്രിയങ്ങള്, അധിഷ്ഠാന ദേവതകള്, അതുപോലെ തന്നെ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങള്. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയഃ പശ്യത്തകൃത ബുദ്ധിത്വാ നസാ പശ്യതി ദുർമതിഹി. ഇതാണ് യാഥാർത്ഥ്യം. ഈ 5 കാര്യങ്ങളെ കൊണ്ടാണ് ഒരു കർമ്മം പൂർത്തീകരിക്കുന്നത്. പക്ഷെ വിവേകശൂന്യനായിട്ടുള്ള ആളുകൾ എന്താണ് വിചാരിക്കുന്നത്? ഭഗവാനാണ് ചെയ്യുന്നത്, എനിക്ക് പാപം തരുന്നത് ഭഗവാനാണ്, എനിക്ക് പുണ്യം തരുന്നത് ഭഗവാനാണ്. അർജുന, സത്യത്തില് ഞാൻ ഒരു രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ജഡ്ജിയെ പോലെയാണ്. വാദപ്രതിവാദങ്ങള് ആ ബാഹികമായിട്ടുള്ള പ്രകൃതിയും ആന്തരികമായിട്ടുള്ള പ്രകൃതിയും എല്ലാമാണ് അത് ചെയ്യുന്നത്. ഭൗതിക പ്രകൃതിയാണ് ചെയ്യുന്നത്, ഇന്ദ്രിയങ്ങളാണ് ചെയ്യുന്നത്, ശരീരമാണ് ചെയ്യുന്നത്. ഞാനൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ആൾക്കാരെന്താ വിചാരിക്കണ? ദൈവം ശിക്ഷ തന്നത് കണ്ടില്ലേ, ദൈവം തന്നത് കണ്ടില്ലേ, ദൈവമേ എനിക്ക് എന്തിനാ എന്നോട് ഇത് ചെയ്തത് എന്നെല്ലാം പറഞ്ഞ് ആളുകൾ സത്യാവസ്ഥ അറിയാത്തതിനാൽ എന്നെ എപ്പോഴും ചെയ്യുന്നു. യസ്യാനാഹം കൃതോ ഭാവ ബുദ്ധിർതസ്യ ന ലിപ്യതേ ഹത്വാഭി സ ഇമാൻ ലോകാൻ നാഹന്തി ന നിബധ്യതേ. അർജുന, ഇപ്രകാരം ഇതെല്ലാം മനസ്സിലാക്കുന്നവൻ ആരാണ്? ഈ 5 കാരണങ്ങളെ കൊണ്ടാണ് ഒരു കർമ്മം പൂർത്തീകരിക്കുന്നത്. അതില് ഭഗവാനോ അല്ലെങ്കിൽ പരമാത്മാവിനോ ഒന്നും തന്നെയില്ല. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തിന് ശുദ്ധമായിട്ടുള്ള ജീവാത്മാവിന് പോലും അതിൽ ഇതില്ല, ആത്മാവിനില്ല. പക്ഷെ ബദ്ധനായിട്ടുള്ള ജീവനുണ്ട്. ഈ ഭൗതിക പ്രകൃതിയിൽ വന്ന സത്വരജോ ഗുണങ്ങളോട് കൂടിയിട്ട് മുങ്ങിത്താഴുന്നത് കൊണ്ട് അവന് അഴുക്ക് വന്നിരിക്കുന്നു. ഇപ്രകാരം മനസ്സിലാക്കുന്നവൻ കർമ്മഫലങ്ങളെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും അറിയുന്ന ഒരാള് ഒരു കർമ്മം ചെയ്താലും അവന് കർമ്മഫലങ്ങൾ വരുന്നില്ല. അവൻ കൊന്നാലും വേണ്ടില്ല, കൊല്ലിപ്പിച്ചാലും വേണ്ടില്ല, അവന് പാപമൊന്നും വന്നു ചേരുന്നില്ല. കാരണം അവന്റെ ആത്മാവ് ശുദ്ധമാണ്. 2-ാം അധ്യായത്തിൽ പറഞ്ഞത് ഭഗവാൻ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നു. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാദ്വാ ത്രിവിധ കർമ്മ ചോദന
കരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മ സംഗ്രഹ. ഇനി കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകുകയാണ്. ഇപ്പൊ പറഞ്ഞിട്ടുള്ള 5 വിഷയങ്ങളെ വീണ്ടും ഭഗവാൻ 3ആയിട്ട് തരംതിരിക്കുകയാണ്. എങ്ങനെയാണ്? ജ്ഞാനം, ജ്ഞേയം, പരിജ്ഞാതാവ്. ഇതാണ് കർമ്മത്തിന്റെ പ്രേരകം. കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ആ കർമ്മത്തിന്റെ പ്രേരകം ജ്ഞാനം, ജ്ഞേയം, പരിജ്ഞാതാവാണ്. പിന്നെ കരണം, ഉപകരണങ്ങള്, കർമ്മം, കർത്താവ്. ഇവ 3ഉം കർമ്മനിർവാഹവുമാണ്. അങ്ങനെ ആ കർമ്മത്തിന്റെ നിർവചനം നൽകിയിട്ട് അതിന്റെ വിശദീകരണമാണ്. ഇനി ആ ദൃഢവിശ്വാസത്തെ കുറിച്ച്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സത്വഗുണത്തിലും രജോ ഗുണത്തിലും തപോ ഗുണത്തിലുമുള്ള കാര്യങ്ങളെല്ലാം ഇനിയും ഭഗവാൻ കുറച്ചും കൂടി വിട്ടുപോയിട്ടുണ്ട്. കഴിഞ്ഞ അധ്യായത്തിൽ പൂർണ്ണമായിട്ടും ഭഗവാന് പറയാൻ സാധിച്ചില്ല. ഇവിടെ വീണ്ടും അതിനെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കുറച്ച് സംഗ്രഹമാണ്. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെ ഒന്നും കൂടി നമ്മൾ പറഞ്ഞില്ലേ, ഒരു റിവിഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. കുറച്ച് കട്ടിയാണ്. അവസാനം എത്തി. ഇപ്പൊ ഭഗവാൻ തന്റെ ആ ഒരു ലെവല് മാറ്റി, അർജുനന്റെ ലെവലും മാറി, നമ്മുടെ ലെവലും മാറണം. അപ്പൊ എല്ലാവരും നല്ല പോലെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഹരി ബോൾ.